ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഈ ഒരു ഹീലിംഗ് മിറക്കിൾ സർവീസിലായിരിക്കാം കർത്താവ് മുണ്ടിയപ്പള്ളിയുടെ ദേശത്ത് കർത്താവ് കൃപ ചെയ്തതിനായി നമുക്ക് ദൈവത്തെ നന്ദി പറയാം. ഇന്ന് പകൽക്കാലം ഈ അന്തരീക്ഷം അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും ദൈവപ്രവർത്തികൾക്കും വീര്യപ്രവർത്തികൾക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾക്കും കൃപാവരങ്ങൾക്കും വേണ്ടിയൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. അന്തരീക്ഷം ഒരുങ്ങിയിരിക്കുകയാണ്. ബെത്തസ്ദാ കുളക്കരയിൽ ദൂതൻ ഇറങ്ങി വെള്ളം കലക്കിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി സൗഖ്യത്തിൻ്റെ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്, വെള്ളം കലങ്ങിയിട്ടുണ്ട്, എടുത്ത് ചാടിയാൽ സൗഖ്യമാണ്, വിടുതലാണ്. ഞങ്ങളെ ഓൺലൈൻ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദ വാട്ടേഴ്സ് ഹാസ് ബീൻ സ്റ്റെഡ്. ഇന്ന് പകൽക്കാലം ഈ അന്തരീക്ഷത്തെ ദൈവം ക്രമീകരിച്ചു, ദൈവം ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് സ്വന്തം നമ്മുടെ അത്ഭുതങ്ങൾക്കായി, ദൈവപ്രവർത്തികൾക്കായി, ദൈവശബ്ദത്തിനായി, ദൈവത്തിൻ്റെ ഇടപെടലുകൾക്കായി, ആലോചനകൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് തുറന്നിരിക്കാം. നമ്മുടെ ദൈവം ആരാണ്? ഹു ഈസ് അവർ ഗോഡ്? സങ്കീർത്തനം 77 അതിൻ്റെ 14-ാമത്തെ വാക്യം നമുക്കത് വായിക്കാം. ദ ലിവിംഗ് ബൈബിൾ ട്രാൻസ്ലേഷനിൽ പറയുന്നത്, യു ആർ ദ ഗോഡ് ഓഫ് മിറക്കിൾസ് ആൻഡ് വണ്ടേഴ്സ്. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ദൈവം ആരാണ്? You are the God of miracles and wonders. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യവും കൂടെ നമുക്ക് എടുത്ത് വായിക്കാം. യഹോവേ ദേവന്മാരിൽ നിനക്ക് തുല്യനായി. യഹോവേ ദേവന്മാരിൽ നിനക്ക് തുല്യനായി. Who is like unto thee, O Lord our God? ദേവന്മാരിൽ തുല്യനായി ആര്? വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാർ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനായി. ആ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തി പറയാം. ആരാണ് നമ്മുടെ ദൈവം? Who is our God? He is a God of miracles and wonders. ഹല്ലേലൂയ. ദാവീദ്, സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുക, എൻ്റെ ദൈവം ആരാണ്? He is the God of miracles and wonders. ആ കരങ്ങളൊന്ന് വീശി പറയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഭൂമിയിൽ ജീവിച്ച ആദ്യത്തെ ഭക്തൻ എന്ന് അറിയപ്പെടുന്ന ഇയ്യോബ്, ദൈവത്തെ അറിഞ്ഞ, ദൈവത്തോട് കൂടെ നടന്ന ഇയ്യോബ് ദൈവത്തെ മനസ്സിലാക്കി താൻ ദൈവത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും, അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങൾ, അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നവനാണ്. ഇംഗ്ലീഷിൽ നമുക്കൊന്ന് വായിക്കാം. ജോബ് ചാപ്റ്റർ 5 verse 9 in English. Who does great things? He who does great things, or he who performs great wonders. And unsearchable marvelous things. And unsearchable marvelous things. Unfathomable. നമുക്ക് ഗ്രഹിക്കുവാൻ, നമുക്ക് ചിന്തിക്കുവാൻ, നാം ചോദിച്ചതിലും നിരച്ചതിലും അത്യന്തപരമായി നമുക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന ഒരു മഹാദൈവമാണ്. അവന്റെ അത്ഭുത ശക്തിയാണ് ഇന്ന് പകൽക്കാലം. പരിശുദ്ധാത്മാവിന്റെ പുനരുത്ഥാന ശക്തിയാണ് ഇന്ന് പകൽക്കാലം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നത്, ഇല്ലാത്തതിനെ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് ഒന്നുകൂടെ വായിച്ച് കേൾക്കാം. ഇയ്യോബ് എങ്ങനെയാണ് ദൈവത്തെ തിരിച്ചറിഞ്ഞത്? അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളെയും ചെയ്യുന്നവനാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. ഇന്ന് സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് പാസ്റ്റർ അജിത്തിനെ അയച്ചത് ദൈവത്തിന്റെ വായായ ഇന്ന് സ്തോത്രം, ഹല്ലേലൂയ. ഇത് കേവലം ഒരു വചന ശുശ്രൂഷയല്ല, ഇത് ദൈവത്തിന്റെ അരുളപ്പാടുകളാണ്. ഇത് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്തോത്രം, ഹല്ലേലൂയ. 59-60 വർഷങ്ങൾ നീണ്ടു നിന്ന ക്രൂരമായ പൈശാചികമായ സമർത്ഥങ്ങളെ, രോഗത്തിന്റെ അവസ്ഥകളെ, കെട്ടിക്കിടക്കുന്ന അവസ്ഥകളെ കർത്താവ് അതിനെ മുറിക്കും. അതിൽ നിന്ന് നമുക്ക് വിടുതൽ തരും. ഒരു സണ്ണിയെ ദൈവം തുടർന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സണ്ണി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ദൈവം തുടർന്നു. ഞാൻ കേൾക്കുന്നത് ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയാത്തവനാണ്, പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്തവനാണ് സണ്ണി. നിന്നോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. നീ പോകുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നീ ചതഞ്ഞുപോയി, തകർന്നുപോയി. ഹല്ലേലൂയ. നീ മുമ്പോട്ട് ഹല്ലേലൂയ എങ്ങനെ പോകുമെന്നൊക്കെ നീ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് അറിയിക്കുന്നു. സണ്ണി, ചതഞ്ഞ ഓടെ ഒടിക്കാത്തവനാണ് എന്റെ ദൈവം. പുകയുന്ന തിരിയെ
കെടുത്താത്തവനാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും എന്നോട് ഇടപെട്ടു. കവിത 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 എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ദൈവം സ്പർശിക്കുന്നു. വർഷങ്ങളായി നീ തടഞ്ഞു കിടക്കുകയാണ്, കെട്ടിക്കിടക്കുകയാണ്, ചാവ് കടല് പോലെ കെട്ടിക്കിടക്കുകയാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, കവിത, നിന്നെ ദൈവം സന്ദർശിക്കുന്ന ഒരു സമയമാണ്. നിന്റെ ജീവിതത്തിൽ ഒരു ഒഴുക്കുണ്ടാകാൻ പോകുകയാണ്. God is going. നിന്റെ കെട്ടിക്കിടക്കുന്ന അവസ്ഥകളെ കർത്താവ് മാറ്റി അതിലൊരു ഒഴുക്കുണ്ടാകാൻ പോകുകയാണ്. നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവമാണ്, നമ്മെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ സ്തോത്രം പേരും വിലാസവും അഡ്രസ്സും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ നന്നായി അറിയുന്ന ഒരു ദൈവമാണ്. മോഹനൻ എന്നൊരു വ്യക്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു. മോഹനൻ, ഹല്ലേലൂയ. മോഹനൻ ഞാൻ കേൾക്കുന്ന ഒരു ദൈവശബ്ദമാണ്. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവമാണ് ദൈവം. നിന്നോട് ദൈവം ഇടപെടുന്നു. ഈ ദിവസങ്ങളിൽ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ അറിഞ്ഞ് നമ്മോട് ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ആ കരങ്ങൾ ഉയർത്തി. നമ്മുടെ ദൈവം ആരാണ്? അസംഖ്യമായ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചെടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോബ് ദൈവത്തെ അറിഞ്ഞു. God, you do wonders, you perform wonders, and unfathomable are your miracles. ആവർത്തന പുസ്തകം 10-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവനാകുന്നു നിന്റെ പുകഴ്ച. യെസ്, അവനാകുന്നു നിന്റെ ദൈവം. അവനാകുന്നു നിന്റെ പുകഴ്ച. അവനാകുന്നു നിന്റെ പുകഴ്ച. അവനാകുന്നു നിന്റെ ദൈവം. അവനാകുന്നു നിന്റെ ദൈവം. നീ കണ്ണാലെ കണ്ടിട്ടുള്ള മഹത്വം ഭയങ്കരവുമായ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്തത് അവൻ തന്നെ. ഇസ്രായേൽ മക്കളുടെ പിതാവായിരുന്ന മോശെ ദൈവജനത്തോട് വിളിച്ചു പറയുകയാണ്, മക്കളെ, മിസ്രയീമിന്റെ ക്രൂരമായ പീഡനത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച ഒരു കരമുണ്ട്, നമ്മെ വിടുവിച്ച ഒരു ഭുജമുണ്ട്. അസംഖ്യമായ അസാധാരണമായ മഹാവീര്യത്തെ പ്രവർത്തിച്ച ക്രൂരമായ പൈശാചിക അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച ആ വാക്യം നമുക്കൊന്നുള്ളത് വായിച്ച് കേൾക്കാം. അവനാകുന്നു നിന്റെ പുകഴ്ച. അവനാണ് നിന്റെ പുകഴ്ച. He is your praise. അവനാകുന്നു നിന്റെ ദൈവം. അവനാകുന്നു നിന്റെ ദൈവം. നീ കണ്ണാലെ കണ്ടിട്ടുള്ള മഹത്വം ഭയങ്കരമായ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്തത് അവൻ തന്നെ. ആ കരമുയർത്തി. ഇത് പകൽക്കാലം ഞാൻ ദൂത് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി മഹത്വകരമായ, അതിശയകരമായ, ഭയങ്കരമായ, വിസ്മയിപ്പിക്കുന്ന നിലവാരത്തിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. That's my God. That's his style. He will do great and awesome works. അതിന്റെ അടുത്ത വാക്യം പറയുന്നു, നിന്റെ പിതാക്കന്മാർ 70 ദേഹികളായി. നിങ്ങളുടെ പിതാക്കന്മാർ ഇസ്രായേൽ മക്കളെ, നിങ്ങളുടെ പിതാക്കന്മാർ 70 ദേഹിയായി മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയി. ഇപ്പോഴോ നിന്റെ ദൈവമായ യഹോവ നിന്നെ പെരുക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കിയിരിക്കുന്നു. ഇത് പകൽക്കാലം എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ സ്റ്റക്ക് ആണെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ വഴിമുട്ടി നിൽക്കുന്നെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ സ്തോത്രം നിങ്ങൾക്ക് ഉയർച്ചയില്ലാതെ സ്തോത്രം നിങ്ങൾ കെട്ടിക്കിടക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ് മുണ്ടിയപ്പള്ളി ദേശത്തോട് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭവനത്തോടും ഈ കൂടാരത്തോടും ഇവിടെ ഉയരുന്ന കൂടാരത്തിന്റെ പ്രത്യേകതയായിരിക്കും 70 പേരായി ഇസ്രായേൽ ജനത്തിന്റെ പിതാക്കന്മാർ സ്തോത്രം എല്ലാവരും കൂടെ 70 പേരായി ഇസ്രായേലിൽ പ്രവേശിച്ചു. പക്ഷെ ദൈവം എന്ത് ചെയ്തു? അവരെ വർദ്ധിപ്പിച്ചു, അവരെ പെരുക്കുവാനിടയായി തീർന്നു. അസംഖ്യമായ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ദൈവം അവരെ പകൽക്കാലം ആഗ്രഹിക്കുന്ന കർത്താവേ, ഞാൻ സ്റ്റക്കായി പോയി, എവിടേക്കോ ഞാൻ കെട്ടിക്കിടക്കുക. ഇന്ന് പകൽക്കാലം ഇവിടെ വ്യാപരിക്കുന്ന ഈ അഭിഷേകം, ഈ അന്തരീക്ഷത്തിൽ 70 പേരെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ആണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, യഹോവയുടെ കണ്ണുകൾ മുണ്ടിയപ്പള്ളിയുടെ മേൽ ആയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സാധാരണമായ ഒരു പ്രവൃത്തി ചെയ്യുവാൻ പോകുകയാണ്. കണ്ണുകളെ കർത്താവ് തൊടുന്നു. ഇന്ന് പകൽക്കാലം കൂട്ടമായി കണ്ണുകൾക്ക് കർത്താവ് ഒരു സൗഖ്യം കൊണ്ടുവരുന്നു. യഹോവയുടെ കണ്ണുകൾ ഇന്ന് പകൽക്കാലം ഈ കൂടാരത്തിൽ, ഈ ഭവനത്തിൽ, ഈ ദേശത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം നമുക്കത് വായിക്കാം. ആസയുടെ ഒരു രാജാവ്, ആസ എന്ന് പറഞ്ഞൊരു രാജാവ്, തന്റെ 18-20 വയസ്സിൽ താൻ രാജാവായി സ്തോത്രം ഭരണം ഏറ്റെടുത്ത, യൂദയുടെ രാജാവായി ഭരണം ഏറ്റെടുത്ത ഒരു രാജാവായിരുന്നു ആസ. തന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ് ഈ വചനം പറയപ്പെടുന്നത്. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. അവിടെ വെളിപ്പെടുന്ന ഒരു അഭിഷേകമുണ്ട്. I call it the Hasak anointing. Hasak
anointing. എബ്രായ ഭാഷയിൽ HASAQ എന്ന് പറയുന്ന ഛാസാക് പറയുമ്പോൾ ഖാസാക് അല്ലെങ്കിൽ ഛാസാക് anointing. അങ്ങനെയുള്ള ഒരു അഭിഷേകം ഇന്ന് പകൽക്കാലം ഈ അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്നു. ആ കരമുയർത്തി നമുക്കൊന്ന് ഏറ്റെടുക്കാം. ഛാസാക് anointing. ഛാസാക് anointing. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഊടാടിക്കൊണ്ട് സഞ്ചരിക്കുന്നു. The eyes of the Lord go to and fro all over the earth to show himself strong on behalf whose heart is loyal to him. Hallelujah. മലയാളം നമുക്കൊന്നുകൂടെ വായിച്ച് കേൾക്കാം. രണ്ട് വാക്ക് രണ്ട് ഇതിൽ നിന്ന് 2 കാര്യത്തെ എടുത്തെന്ന് പറയാൻ സ്തോത്രം. ഒന്ന്, ഹല്ലേലൂയ, യഹോവയുടെ കണ്ണുകൾ, God's eyes are searching. പല ട്രാൻസ്ലേഷൻ നമുക്കുണ്ട്. ജോർജ് ബ്രദർ എല്ലാം ഒന്ന് പൊക്കി പിടിക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. NKJV translation, for the eyes of the Lord run to and fro throughout the whole earth to show himself strong on behalf of those whose heart is loyal to him. In this you have done foolishly, Asa. Therefore from now on you shall have wars. Yes. Message translation on God is always on the alert, constantly on the lookout for people who are totally committed to him. You were foolish to go for human help when you could have received God's help. Now you are in trouble, Asa. One round of war after another. New Living Translation ആണെന്ന് വായിക്കുകയാണ്. The eyes of the Lord search the whole earth in order to strengthen those whose heart are fully committed to him. What a fool you have been. From now on you will be at war. Good. God's word translation പറയുന്നു, the Lord's eye scan the whole world. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിന്റെ കണ്ണുകൾ എന്ന് പറയാൻ കണ്ണുകൾ. The eyes of the Lord. ഇന്ന് കണ്ണുകളിൽ കർത്താവ് സൗഖ്യം കൊണ്ടുവരികയാണ്. ശാരീരികമായ കണ്ണുകൾ, ആത്മീയമായ കണ്ണുകൾ, ആത്മാവിന്റെ കണ്ണുകൾ, ന്യായവിധിയുടെ സ്വന്തം കണ്ണുകൾ, വ്യത്യസ്തമായ നിലവാരത്തിൽ ദൈവത്തിന്റെ കരപ്രവൃത്തി നടക്കുന്ന ഒരു പകൽക്കാലമായി മുണ്ടിയപ്പള്ളി ദേശം അതിനുവേണ്ടി പ്രസിദ്ധമായി തീരും. കണ്ണുകളെ തുറക്കുന്ന ഒരു സ്ഥലമായി മുണ്ടിയപ്പള്ളി അറിയപ്പെടും. There will be an opening of eyes and I prophesy in the name of Jesus over you, Mundiapalli. Hallelujah. You will be known as a place where God meets and performs his wonders, especially with respect to the eyes. കുരുടെ കണ്ണുകളെ തുറക്കുന്ന ഒരു കർത്താവാണ്. കുരുടന്മാർക്ക് കാഴ്ച നൽകുന്ന ഒരു കർത്താവാണ്. ഭൗതികമായി ആത്മീയമായിട്ടൊക്കെ നമ്മുടെ കണ്ണുകളെ തുറന്ന് പ്രവാചക കണ്ണുകളെ, പ്രാവചനികമായ കണ്ണുകൾ, ആത്മാവിന്റെ കണ്ണുകൾ, കഴുകന്റെ കണ്ണുകളെ, പ്രൊഫറ്റിക് കണ്ണുകളെ തരുന്ന, പ്രൊഫറ്റിക് ഐസിനെ തരുന്ന, ഹല്ലേലൂയ, പ്രൊഫറ്റിക് ഈഗിൾ ഐസിനെ തരുന്ന ഒരു ദൈവ പ്രവൃത്തി ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ നടക്കുകയാണ്. എത്ര ഭാഷ പ്രസംഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു ദൈവ പ്രവൃത്തി, അങ്ങനെ ഒരു അന്തരീക്ഷം മുണ്ടിയപ്പള്ളിയെ നോക്കി, ഹല്ലേലൂയ, അങ്കിളിനെ നോക്കി, ആന്റിയെ നോക്കി ഞാൻ പ്രവചിക്കുന്നു. ഹല്ലേലൂയ, ഇവിടെ ഉയരുന്ന കൂടാരം, ഈ ദേശത്ത് ഉയരുന്ന കൂടാരം, ഹല്ലേലൂയ, ഹല്ലേലൂയ, അല്ലേ? നമുക്കറിയാം അമിത ഐ ഹോസ്പിറ്റൽ, അല്ലേ? ആമേൻ. അറിയാമോ? അരവിന്ദ് ഐ ഹോസ്പിറ്റൽ അറിയാമോ? ഹൃദയാനന്ദ ഐ ഹോസ്പിറ്റൽ, തിരുനെൽവേലിയിലുള്ള ആൻറ്റിബോയ ഐ ഹോസ്പിറ്റൽ, അരവിന്ദ് ഐ ഹോസ്പിറ്റൽ. അപ്പോൾ പല ഐ ഹോസ്പിറ്റലുകളുണ്ട്. പക്ഷെ ചിലതെല്ലാം പേര് കേട്ട് പ്രസിദ്ധമായതുപോലെ തന്നെ ഇന്ന് പകൽക്കാലം മുണ്ടിയപ്പള്ളിയെ ഒരു ദൈവത്തിൻ്റെ ഒരു ഡിവൈൻ ഐ ഹോസ്പിറ്റലാക്കി ദൈവം മാറ്റും. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18. യേശു പരിശുദ്ധാത്മാവ് പൂർണ്ണനായി, യഹോവയുടെ ആത്മാവ് യേശുവിൻ്റെ മേൽ വന്ന് തൻ്റെ മിഷനെ കുറിച്ച്, തൻ്റെ ദൗത്യത്തെക്കുറിച്ച് യേശു വിളംബരം ചെയ്യുകയാണ്. എന്തിനാണ് ദൈവം പരിശുദ്ധാത്മാവിനാൽ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് എന്ന് താൻ വിളിച്ചു പറയുകയാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അവന്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്. എന്തിനാണ്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ. പാപത്തിൽ കിടക്കുന്ന, ഹല്ലേലൂയ, നിത്യനാശത്തിലേക്ക്, നരകത്തിലേക്ക്, നിത്യതയെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച്, ജീവനെക്കുറിച്ച്, പാപത്തിന്റെ ശമ്പളം നിത്യമരണമാണെന്നും പാപത്തിന്റെ അവസാനം നിത്യമരണമാണെന്നും എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു എന്നും ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യർക്ക് നിത്യനാശത്തിൽ നിന്നും, നരകത്തിൽ നിന്നും, നിത്യന്യായവിധിയിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യർക്ക് രക്ഷ പ്രാപിക്കാൻ പാപത്തിൽ നിന്ന്, പൈശാചിക
അടിമത്തത്തിൽ നിന്ന്, പൈശാചിക രാജ്യത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഒരേ ഒരു നാമം, ഒരേ ഒരു നാൾ. യേശു പറയുക, ഞാൻ തന്നെ വഴിയും ജീവനും സത്യവുമാകുന്നു. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കലേക്ക് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രഖ്യാപിക്കാനും. കർത്താവിന്റെ സ്തോത്രം. ഒരു സ്പെഷ്യൽ മിനിസ്ട്രി ആയിരുന്നു കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുക. കുരുടന്മാർക്ക് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കണ്ണുകളെ കർത്താവ് തൊടും, കർത്താവ് സ്പർശിക്കും. ശാരീരികമായ യുവർ ഫിസിക്കൽ ഐസ്. ഇന്ന് കണ്ണുകളിൽ സൗഖ്യം വേണമെന്ന് എത്ര പേരുണ്ട് ഇവിടെ? ഹല്ലേലൂയ. കണ്ണെന്ന് പറയുമ്പോൾ തല സംബന്ധമായ അങ്കിളും ആൻറ്റിയും കണ്ണ് സംബന്ധമായ രോഗത്തിൻ്റെ വിഷയങ്ങൾ, അത് ശാരീരികമായ, ഭൗതികമായ, ബ്രെയിൻ സംബന്ധമായ, തലച്ചോർ സംബന്ധമായ, ന്യൂറോളജിക്കൽ സിസ്റ്റം സംബന്ധിച്ചുള്ള ആ വിഷയങ്ങളുടെ മേൽ ദൈവം ഒരു കൃപ നിങ്ങളുടെ മേൽ പകരുകയാണ്. സ്തോത്രം. മുണ്ടിയപ്പള്ളി സ്തോത്രം. ഹല്ലേലൂയ. അനേക ഹോസ്പിറ്റലായി ഫേമസ് ആയതുപോലെ ഇവിടെ ഉയരുന്ന ഈ കൂടാരത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിരിക്കും, the God is opening eyes. ആ കരങ്ങളേക്ക് വീശി പറയാം, open my eyes, oh God, open my eyes. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-17 വാക്യത്തിൽ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. കർത്താവേ, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ മക്കളുടെ ആത്മീയ കണ്ണുകൾ, സ്തോത്രം, ഹല്ലേലൂയ, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നൽകി ഇവരുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കും. എത്ര പേരെന്ന് പറയും, കർത്താവേ, ഞങ്ങളുടെ ശാരീരിക കണ്ണുകളെ സൗഖ്യമാക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ, ആത്മാവിന്റെ കണ്ണുകൾ, സൗമ്യമായ പ്രവാചക കണ്ണുകളെ തുറക്കുന്ന ഒരു ദൈവിക അഭിഷേകം ഇന്ന് പകൽക്കാലം ഇവിടെ വ്യാപരിക്കുന്നു. 2 ദിനവൃത്താന്തം 16-9 വാക്യത്തിലേക്ക് നമുക്ക് വരാം. 2 വാക്കുകളാണ്. ഒന്ന്, യഹോവയുടെ കണ്ണ്. യഹോവയുടെ കണ്ണ് എന്താ ചെയ്യുന്നത്? അത് ഭൂമിയിലൊക്കെയും ഊടാടി. ഇംഗ്ലീഷിൽ God's eyes are running through to and fro. God's eyes are scanning the whole earth. ഇന്ന് യഹോവയുടെ കണ്ണുകൾ നമ്മെ സ്കാൻ ചെയ്യുക. ദൈവത്തിന്റെ കണ്ണുകൾ തിരയുക. He is looking out. ആരൊക്കെയോ ഇന്ന് പകൽക്കാലം മുണ്ടിയപ്പള്ളിയിൽ ദൈവം അന്വേഷിക്കുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന ഓൺലൈനിൽ, God is looking out. God is scanning. God is searching. ദൈവം തിരയുകയാണ്. ദൈവം അന്വേഷിക്കുകയാണ്. എന്താ ദൈവം അന്വേഷിക്കുന്നത്? ഒരു ഹൃദയം. തന്നിൽ ഏകാഗ്രചിത്തനായിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം, ഒരു കൂട്ടത്തെ ദൈവം അന്വേഷിക്കുക. ഹൃദയം അന്വേഷിക്കുക. തോമസ് അങ്കിളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നോക്കുക. ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന വിശാലമായ വ്യക്തി ജീവിതങ്ങളിലേക്ക് ദൈവം ഹൃദയത്തെ നോക്കുക. അവിടെ എന്താ ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നത്? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷിലുള്ള വേർഡ് ഏകാഗ്രചിത്തന്മാരായിരിക്കുന്ന ഇംഗ്ലീഷ് വേർഡ്, God is searching for those whose hearts are loyal, are fully committed. ഷാലേം എന്ന് പറഞ്ഞൊരു എബ്രായ വാക്കാണ്. ഏകാഗ്രചിത്തന്മാരെ ദൈവം അന്വേഷിക്കുന്നു പറയുമ്പോൾ ഷാലേം തന്റെ ഹല്ലേലൂയ വീര്യം വെളിപ്പെടുത്തുവാൻ, തന്റെ അഭിഷേകം, ഹസാക് അഭിഷേകം വെളിപ്പെടുത്തുവാൻ ദാവീദിന്റെ മേൽ സാമുവേൽ ആ എണ്ണ പകർന്നതുപോലെ, ആ കൊമ്പിൽ നിന്ന്, ആ തൈല കൊമ്പിൽ നിന്ന് ആ എണ്ണ ദാവീദിന്റെ മേൽ വന്നതുപോലെ ഇന്ന് പകൽക്കാലം ഒരു അഭിഷേകം, ഒരു എണ്ണ നിങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം കർത്താവ് പകരുവാൻ ആഗ്രഹിക്കുന്നു. ആ എണ്ണ പ്രാപിക്കണമെങ്കിൽ, ആ എണ്ണ വീഴണമെങ്കിൽ, അങ്ങനെയുള്ള അഭിഷേകം നിങ്ങളുടെ മേൽ വെളിപ്പെടണമെങ്കിൽ എന്താ വേണ്ടത്? നിങ്ങളിൽ ഒരു ശാലയും വെളിപ്പെടണം. ഒരു ശാല. എന്താണ് ശാലയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ ഹൃദയം ഏകാഗ്രത, ദൈവത്തോടുള്ള ഏകാഗ്രത ഉണ്ടായിരിക്കണം. സ്തോത്രം. ദൈവത്തോടുണ്ടായിരിക്കുന്ന ആശ്രയം. You must be totally committed. You must be totally devoted. അല്പാശ്രയം അവിടെ, അല്പാശ്രയം ഇവിടെ. No. Single hearted. Your heart must be perfect. Your heart must be loyal. Your heart must be true. You must trust God. ശാലേം എന്ന് പറയുമ്പോൾ സമാധാനം, പെർഫെക്റ്റ് പീസ്. ഇന്ന് അങ്ങനെയുള്ള ചിലരെ മുണ്ടിയപ്പള്ളിയിൽ കർത്താവ് തിരയുന്നു. കർത്താവിന്റെ കണ്ണുകൾ അന്വേഷിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടാൽ, അങ്ങനെ ഒരു കൂട്ടത്തെ കണ്ടാൽ എന്താ പിന്നെ ദൈവം ചെയ്യുന്നത്? അവരുടെ മേൽ തന്റെ വല്ലഭത്വത്തെ, തന്റെ ശക്തിയെ, അവരെ ശക്തീകരിക്കാൻ. ആ വചനം നമുക്ക് വീണ്ടും ഒന്ന് വായിച്ചു കേൾക്കാം. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ശാലേമുള്ള, പൂർണ്ണമായി ആശ്രയിക്കുന്ന, ദൈവം തന്നെ ആശ്രയമായി, ദൈവത്തിൽ തന്നെ ഫോക്കസ് ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ ദൈവം തന്നെ ബലപ്പെടുത്തേണ്ടതിന്, തന്റെ ബലം, തന്റെ വീര്യം, തന്റെ ശക്തി, തന്റെ ശതായി, തന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിന് ദൈവം തിരയുകയാണ്.
ആമേൻ. ഇത് നമ്മോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ സൗഖ്യങ്ങൾ നടക്കും, വിടുതലുകൾ നടക്കും. ഈ അന്തരീക്ഷത്തിൽ നിങ്ങൾ വന്നതുപോലെ മുഴകൾ അപ്രത്യക്ഷമാകും. കണ്ണ് സംബന്ധമായ നിങ്ങളുടെ കാറ്ററാക്ട് തിമിരത്തിന്റെ വിഷയങ്ങളുടെ മേൽ, ഹല്ലേലൂയ, വിഷന്റെ വിഷയങ്ങളുടെ മേൽ, ഗ്ലൗക്കോമയുടെ വിഷയങ്ങളുടെ മേൽ, ഞരമ്പ് സംബന്ധമായ വിഷയത്തിന്മേലെല്ലാം കർത്താവിന്റെ ഒരു ടച്ച് നടക്കുകയാണ്. ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അന്തരീക്ഷത്തിൽ സൗഖ്യങ്ങൾ, ഹല്ലേലൂയ, അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവൃത്തികളും രോഗശാന്തിയും സംഭവിക്കുകയാണ്. അപ്പോൾ തന്നെ മറുവശത്തിൽ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ കണ്ണുകൾ, ആ കണ്ണുകൾ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി ആ വ്യക്തിയെ മാർക്ക് ചെയ്യും. ഈ ശുശ്രൂഷയുടെ എവിടെയെങ്കിലുമൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു വീഴും. ആ എണ്ണ നിങ്ങളുടെ മേൽ വന്നു വീഴും. ആ ഹസാക്ക് അഭിഷേകം നിങ്ങളുടെ മേൽ, സ്തോത്രം, ഹല്ലേലൂയ. ഹസാക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 59 വർഷക്കാലം ഭയം. സ്തോത്രം. ഭയമുള്ളൊരു വ്യക്തിക്ക് എന്ത് പറ്റും? എപ്പോഴും ഒളിഞ്ഞിരിക്കും, മറഞ്ഞിരിക്കും, പേടിയാ. ഹല്ലേലൂയ. കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ, കർത്താവിനെ പിടിച്ചോണ്ട് പോയപ്പോൾ ശിഷ്യന്മാർ എന്ത് ചെയ്തു? അവർക്ക് ഭയമായി, അവരോടി ഒളിച്ചു. പക്ഷേ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ അവിടെ മേൽ ഒരു ഹസാക്ക് അഭിഷേകം വീണു. ഒരു അഭിഷേകം വീണു. ഒളിഞ്ഞിരുന്നവർ, മറഞ്ഞിരുന്നവർ, പേടിച്ചവർ, സ്തോത്രം, ഹല്ലേലൂയ, മനുഷ്യരെ പേടിച്ചവർ, ഇതാ ദൈവത്തിൻ്റെ ഒരു അഭിഷേകം പ്രാപിച്ച് അവർ ശക്തിയോടെ, ധൈര്യത്തോടെ, കറേജിയസായി, ബോൾഡായി, സിംഹത്തെ പോലെ ഗർജിക്കുന്ന ആ നിലവാരത്തിൽ ഒരു ഹസാക്ക് അഭിഷേകം അവരുടെ മേൽ വന്ന് വീണു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വല്ലഭത്വത്തെ, ദൈവത്തിന്റെ മൈറ്റിനെ, ദൈവത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്ന ഒരു ഹസാക്ക് അഭിഷേകം. ഇന്ന് ദൈവത്തിൽ അങ്ങനെ ശാലേം കണ്ടെത്തുവാൻ കഴിയുമോ? നിങ്ങളുടെ ഹൃദയത്തിൽ ആ ശാലയും കണ്ടെത്തുവാൻ കഴിയുമോ? കണ്ടെത്തിയാൽ സ്തോത്രം, അവൻ്റെ കണ്ണുകൾ നിങ്ങളെ സ്പോട്ട് ചെയ്യും. നിങ്ങളുടെ മേൽ ആ ഹസാക്ക് അഭിഷേകത്തെ ദൈവം പകരും. നമുക്ക് സദൃശവാക്യം 15-ാം അധ്യായം 3-ാമത്തെ വാക്യം പെട്ടെന്ന് നമുക്കത് വായിക്കാം. അപ്പോൾ തന്നെ 1 പത്രോസ് 3-ാം അധ്യായം അതിന് 12 യഹോവയുടെ കണ്ണ്. പകൽക്കാലം സ്തോത്രം, അത് വെച്ച് തന്നെ ആരംഭിക്കുകയാണ്. യഹോവയുടെ കണ്ണുകൾ, ദ ഐസ് ഓഫ് ദ ലോർഡ്. മുണ്ടിയപ്പള്ളിയെ ദൈവം സ്പർശിക്കുന്നു. ഹല്ലേലൂയ. കുരുട് കണ്ണുകളെ കർത്താവ് തുറക്കുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാമത്തെ വാക്യം സുപരിതമായ വാക്യമാണ്. സ്തോത്രം, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 3-ഉം 4-ഉം നമുക്കൊന്ന് എടുത്ത് വായിക്കാം. ആദ്യം സദൃശവാക്യം 15-ാം അധ്യായം 3-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യെസ്. യഹോവയുടെ കണ്ണ്, യഹോ എന്ന് പറയാം. ആ കരം ഉയർത്തി എല്ലാം പറയാം, ബൈബിളൊക്കെ ഒന്ന് ഉയർത്തി പറയാം. യഹോവയുടെ കണ്ണ്. ഇന്ന് പകൽക്കാലം ആ കണ്ണ് നമ്മളെ കാണുന്നുണ്ട്. ആ കണ്ണ് നമ്മളെ കാണുന്നു. എബ്രായർക്കെതിരെ 4-ാം അധ്യായം 13-ാം വാക്യം പറയുന്നു. എന്താ? യഹോവയുടെ കണ്ണുകൾ നമ്മെ കാണുന്നു, ഒന്നും അവന്റെ മുമ്പാകെ മറഞ്ഞിരിക്കുന്നില്ല. സദൃശവാക്യം 15-ന്റെ 3 വായിക്കാം. യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്, എല്ലായിടവും ഉണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. യഹോവയുടെ കണ്ണെന്താ? എല്ലായിടവും, എല്ലാവരെയും എന്ന് പറയാം, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യഹോവയുടെ കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കാം. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും. അപ്പോൾ കർത്താവിന്റെ കണ്ണുകൾ സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്തോത്രം, ഈ ദേശത്തോടെ, ഈ ഭവനത്തോടെ, ഇവിടെ ഉയരുന്ന കൂടാരത്തോടുള്ള ബന്ധത്തിൽ സ്തോത്രം, ഈ എല്ലാം പ്രവചന വാക്കുകളാണ്. യഹോവയുടെ കണ്ണുകൾ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും. നീതിമാന്മാരുടെ കൂടാരത്തിന്മേൽ യഹോവയുടെ കണ്ണ് ഉണ്ട്. യഹോവയുടെ കണ്ണുകൾ സ്തോത്രം, അവരുടെ ഉയരുന്ന പ്രാർത്ഥനകളെ നിവർത്തിച്ചെടുക്കുവാൻ യഹോവയുടെ കണ്ണും യഹോവയുടെ ഭുജവും അവിടെയുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ വായിച്ചു. യെരമ്യാവിന്റെ പുസ്തകം 16-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യെരമ്യാ പ്രവാചകൻ തന്റെ ജനത്തോട് വിളിച്ചു പറയുന്നത് നമുക്ക് ഒന്ന് കേൾക്കാം. യെരമ്യാവിന്റെ പുസ്തകം 16-ാം അധ്യായം 17-ാമത്തെ വാക്യം. എന്റെ ദൃഷ്ടി, ദൈവം പറയാ, എന്റെ കണ്ണുകൾ, എന്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളുടെ മേലും വെച്ചിരിക്കുന്നു. അവ എനിക്ക് മറഞ്ഞു കിടക്കുന്നില്ല. ഇന്ന് പകൽക്കാലം നമ്മെ ഒരു ആഴമായ മാനസാന്തരത്തിലേക്കും അനുതാപത്തിലേക്കും, നമ്മുടെ വഴികളെ, നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ നോട്ടം, നമ്മുടെ ഭാവം, നമ്മുടെ ഹൃദയം, അതെല്ലാം നന്നായി അറിയുന്നവനാണ്. മുണ്ടിയപ്പള്ളി ദേശത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, എന്റെ കണ്ണുകൾ നിന്നെ കാണുന്നു, എന്റെ കണ്ണുകൾ നിന്റെ പ്രവൃത്തി കാണുന്നു. ദൈവസ്ഥത്തിലേക്ക് അടുത്ത് വരികയാണ്. നമുക്ക് ദൈവത്തിൽ നിന്ന് ദൈവിക അനുഗ്രഹങ്ങൾ വേണം, ദൈവിക വിടുതലുകൾ വേണം. ദൈവം പറയും, അതെ, ഞാൻ കരുണയുള്ള ദൈവമാണ്. നിങ്ങളുടെ സകല വ്യാധികളെയും സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ എനിക്ക് മനസ്സാ. കാൽവറിയിൽ ഞാൻ പിടഞ്ഞ് മരിച്ചത് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാ. പക്ഷെ എൻ്റെ ദൃഷ്ടി, ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. സ്തോത്രം. എന്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളുടെ മേൽ വെച്ചിരിക്കുന്നു. അവരുടെ എല്ലാ വഴികളുടെ മേൽ വെച്ചിരിക്കുന്നു. അവ എനിക്ക് മറഞ്ഞു കിടക്കുന്നില്ല. അവരുടെ അകൃത്യം എന്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നതുമില്ല. അവരുടെ അകൃത്യം, നമ്മുടെ പാപം,
അവന്റെ കണ്ണുകൾക്ക് ഗുപ്തമായിരിക്കുന്നില്ല. God's eyes are watching you. ഇന്ന് പകൽക്കാലം എബ്രായർക്ക് എഴുതിയ ലേഖനം 4-13 വാക്യം നമുക്കൊന്ന് വായിക്കാം. യഹോവയുടെ കണ്ണുകൾ. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, യഹോവയുടെ കണ്ണുകൾ. ഇന്ന് പകൽക്കാലം സ്വന്തം അങ്ങനെ ഒരു ബോധ്യത്തിലേക്കും അങ്ങനെ ഒരു ദൈവഭയത്തിലേക്കും ഹല്ലേലൂയ ദൈവം നമ്മെ കൊണ്ടുവരികയാണ്. His eyes are seeing me. His eyes are watching me. അവന്റെ കണ്ണുകൾ എന്നെ ശ്രദ്ധിക്കുന്നു, എന്നെ നോക്കുന്നു, എൻ്റെ പ്രവർത്തികൾ, എൻ്റെ സംസാരങ്ങൾ, എൻ്റെ ഡീലിങ്സിൽ, എൻ്റെ ഇടപെടലുകളിലൊക്കെ എൻ്റെ അകർത്യം അവന്റെ കണ്ണുകൾക്ക് ഗുപ്തമായിരിക്കുന്നില്ല. അവനെ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും സകലവും അവന്റെ കണ്ണുകൾക്ക് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. പകൽക്കാലം സ്വന്തം യഹോവയുടെ കണ്ണുകൾ തിരയുകയാണ്. യഹോവയുടെ കണ്ണുകൾ അന്വേഷിക്കുകയാണ്. തനിക്ക് ബോധിക്കുന്ന ഒരു മനുഷ്യനെ, തന്നിൽ ഏകാഗ്രചിത്തനായിരിക്കുന്ന, തന്നിൽ മാത്രം ആശ്രയിക്കുന്ന, തന്നിൽ വിശ്വസിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന, തന്റെ ഇഷ്ടം, തന്റെ ഹിതത്തിനു വേണ്ടി ദൈവത്തെ ആരാഞ്ഞ് അന്വേഷിക്കുന്ന, നിഷ്കളങ്കമായിരിക്കുന്ന ഒരു വ്യക്തിക്കായി യഹോവയുടെ കണ്ണുകൾ തിരയുകയാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ സ്തോത്രം സുപരിതമായ ഇന്ന് പകൽക്കാലം കർത്താവ് കണ്ണുകളെ തൊടുകയാണ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യെസ്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം, തേജസ്സേറിയ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. മനുഷ്യനെ അന്ധമാക്കുന്ന നല്ലതും തീയതും തിരിച്ചറിയുവാൻ കഴിയാത്ത, മരണത്തിന്റെ വഴിയും ജീവന്റെ വഴിയും ശാപത്തിന്റെ വഴിയും അനുഗ്രഹത്തിന്റെ വഴിയും തിരിച്ചറിയുവാൻ കഴിയാത്ത, തേജസ്സേറിയ യേശുവിന്റെ സുവിശേഷത്തെ കാണുവാൻ കഴിയാത്ത നിലവാരത്തിൽ മനുഷ്യ കണ്ണുകളെ കുരുടാക്കി കളയുന്ന പൈശാചിക പ്രവർത്തികൾ ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പ്രവചിക്കുന്നു. മുണ്ടിയപ്പള്ളിയിൽ സ്വതന്ത്ര കൂട്ടമായ സ്വതന്ത്രം ദൈവത്തിന്റെ ഒരു കരപ്രവൃത്തി ഉണ്ടാകുന്ന ദിവസങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അവിശ്വാസികളുടെ കണ്ണുകൾ തുറന്നു വരുന്ന, ആത്മീയ കുരുട് മാറുന്ന, അതിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വന്ന് ജനം യേശുവിനെ കാണുന്ന. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17 സുപരിതമായ ഭാഗമാണ്. കണ്ണുകളെ കർത്താവ് തൊടുന്നു. കുരുടായിരിക്കുന്ന, ആത്മീയമായ കുരുടായിരിക്കുന്ന കണ്ണുകളെ മുണ്ടിപ്പള്ളി ദേശത്ത് കർത്താവ് തൊടുന്നു. ദേശങ്ങളിൽ കർത്താവ് തൊടുന്നു. ഈ ദിവസങ്ങളിലൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വ്യത്യസ്ത നിലവാരങ്ങളിൽ ദൈവജനം കർത്താവിനെ അറിയുന്ന ആ നിലവാരത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. അപ്പോൾ ഹൃദയത്തിൻ്റെ ദൃഷ്ടി, ആത്മാവിൻ്റെ കണ്ണുകൾ പ്രകാശിക്കണം. ഈ യേശു ആരാണ്? ക്രിസ്തു ആരാണ്? ആത്മതലങ്ങളിൽ ദൈവം എന്താണ് ചെയ്യുന്നത്? അന്ത്യകാലങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്താണ്? സ്വർഗീയ യാഥാർത്ഥ്യങ്ങളെ, ആത്മീയ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കും? കർത്താവേ, എന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾ ഒന്ന് തുറക്കണമേ. പെട്ടെന്ന് 2 രാജാക്കന്മാർ 6-ാം അധ്യായം സ്തോത്രം ആ ഭാഗത്തേക്ക് ആരാമിലെ രാജാവ് സ്തോത്രം എലീശയെ പിടിക്കുവാൻ ആരാമ്യ സൈന്യം വന്ന് എലീശയുടെ പർവ്വതത്തെ ചുറ്റുകയാണ്. അതിന്റെ മധ്യത്തിൽ സ്തോത്രം ഹല്ലേലൂയ ആ ദാസൻ വന്ന് എലീശയോട് പറയുക, യജമാനനെ. 2 രാജാക്കന്മാർ 6-ാം അധ്യായം. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. എലീശയുടെ ഈ ദാസൻ കാണുകയാണ്. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. ആത്മീയ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം നമ്മൾ കർത്താവിനെ, നമ്മൾ അവിശ്വാസികളല്ല, നമ്മൾ യേശുവിന്റെ സുവിശേഷം വിശ്വസിച്ചു, നാം കർത്താവിനെ വിശ്വസിക്കുന്നു, നാം രക്ഷിക്കപ്പെട്ടു, നാം ദൈവ പൈതലായി തീർന്നു, പുതിയ സൃഷ്ടിയായി നാം വീണ്ടും ജനിച്ചു രക്ഷിക്കപ്പെട്ടു. പക്ഷെ നമ്മുടെ ആത്മാവിന്റെ കണ്ണ് ആത്മീയ യാഥാർത്ഥ്യങ്ങളെയും സത്യങ്ങളെയും ആത്മമണ്ഡലങ്ങളിൽ നടക്കുന്ന, നമ്മുടെ ചുറ്റും സ്വന്തം ആത്മതലങ്ങളിൽ നടക്കുന്ന സ്വർഗീയ യാഥാർത്ഥ്യങ്ങളെ കാണുവാൻ അനുഭവിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ അടഞ്ഞിരിക്കുകയാണ് ഇന്ന് പകൽക്കാലം.
പ്രാവചനിക കണ്ണുകളെ തരുവാൻ ദൈവം ആമേൻ, ആഗ്രഹിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആത്മാ കണ്ണുകളെ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലെ കഴുകന്റെ കണ്ണുകളെ ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു. ആത്മാ കണ്ണുകളെ ഐസ്, ഒരു ദർശകൻ കാണുന്ന പോലെ, ഒരു പ്രവാചകൻ കാണുന്ന പോലെ ആത്മാവിന്റെ കണ്ണുകൾ. സ്തോത്രം. എലീശ, ഹല്ലേലൂയ, അതിന്റെ മധ്യത്തിൽ എലീശ ചിലത് കണ്ടു. ബാല്യക്കാരൻ കാണുകയാണ്. സ്തോത്രം. മലം ചുറ്റും രഥങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, ശത്രു സൈന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അയ്യോ, നീ എന്ത് സംഭവിക്കും? പക്ഷെ അതിന്റെ മധ്യത്തിൽ എലീശ ആത്മകണ്ണുകൾ തുറന്നവനായ, പ്രൊഫറ്റിക് ഐസ് ഉള്ളവനായ, കഴുകന്റെ കണ്ണുകൾ, ദൈവത്തിന്റെ ആ അഭിഷേകത്തിന്റെ കണ്ണുകൾ പ്രാപിച്ചവനായ ഈ മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, എലീശ വിളിച്ചു പറയുകയാണ്, അതിന് അവൻ പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. നമ്മോട് കൂടെയുള്ളവർ അവരോടുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു കണ്ണ് ദൈവം തരികയാണ്. നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, സ്തോത്രം, നാം നേരിടുന്ന ആ വലിയ വിഷയത്തിന്റെ മധ്യത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ കണ്ണുകൾ നമുക്ക് പ്രദാനം ചെയ്യുവാൻ യഹോവയുടെ കണ്ണുകൾ ഇപ്പോൾ നമ്മുടെ കണ്ണുകളായി. മുണ്ടിയപ്പള്ളി ദേശത്തെ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യഹോവയുടെ കണ്ണുകൾ, സ്തോത്രം, ഭൂമിയെ ഊടാടി സഞ്ചരിക്കുന്ന പോലെ അങ്ങനെ ഒരു കൃപയും അഭിഷേകം, അങ്ങനെ ഒരു കണ്ണുകൾ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു പ്രവാചക കണ്ണുകൾ. God wants to give you those eyes so that you can see what God wants to show. ദൈവം കാണത്തക്ക നിലവാരത്തിൽ എലീശ പറയുക, ബാല്യക്കാരാ, നീ ഭയപ്പെടേണ്ട, നമ്മോട് കൂടെ ഉള്ളവർ അവരോടുള്ളവരെക്കാൾ അധികമായിരുന്നു. സ്തോത്രം. പിന്നെ എലീശ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. ഇവന്റെ കണ്ണ് തുറക്കണം. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നെ ഇവിടെ അയച്ചപ്പോൾ ദൈവം അഭിഷേകം ചെയ്ത്, ഹല്ലേലൂയ, ദൈവം ഈ വചനം തന്ന്, ഈ ദൂത് തന്ന്, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ അങ്ങ് വിശ്വസിക്കുകയാണ്. കൂട്ടമായി, സ്തോത്രം, കണ്ണുകൾ തുറക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ, സ്തോത്രം. ശാരീരികമായ കണ്ണുകൾ, ഭൗതികമായ കണ്ണുകൾ, ആത്മീയമായ കണ്ണുകൾ, ദേശത്തെ ഉറ്റുനോക്കുവാനുള്ള കണ്ണുകൾ, വ്യത്യസ്ത നിലവാരങ്ങളിലുള്ള ഒരു കണ്ണുകൾ കർത്താവ് ഇന്ന് പകൽക്കാലം പ്രദാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അപ്പോൾ എലീശ പ്രാർത്ഥിക്കുക, God open his eyes, അവന്റെ കണ്ണുകളെ തുറക്കണമേ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ എന്ത് സംഭവിച്ചു? യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. കുതിരകളും അഗ്നിരഥങ്ങളും നിറഞ്ഞിരിക്കുന്നത് ഈ ബാല്യക്കാരൻ കാണുകയാണ്. പ്രവാചകൻ കാണുന്നത് തന്നെ ബാല്യക്കാരൻ കാണുന്ന നിലവാരത്തിൽ ഒരു കണ്ണുകളെ തുറക്കുന്ന ഒരു ദൈവ പ്രവൃത്തി. എത്ര പേര് അങ്ങനെ ആഗ്രഹം കർത്താവ് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. എലീശയുടെ ആ ഭാഗം വായിക്കുമ്പോൾ, സ്തോത്രം, അടുത്ത ഒരു ദൈവ പ്രവൃത്തി കണ്ണുകളിൽ നടക്കുകയാണ്. ആമേൻ. യെസ്. ദൈവത്തിന്റെ ന്യായവിധിയുടെ ഒരു പ്രവൃത്തി കണ്ണുകളിൽ വെളിപ്പെടുകയാണ്. യെസ്, അത് വായിക്കാൻ പെട്ടെന്ന് വായിക്കാം. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ. കാണുന്നവരാണ്, സൈന്യമാണ്, ശത്രു സൈന്യമാണ്, എലീശയെ പിടിക്കാൻ വന്നിരിക്കുകയാണ്. പക്ഷെ അവരുടെ മേൽ ഒരു ദൈവിക അധികാരം. കാണുന്നവർക്ക് അന്ധത കുരുട് പിടിപ്പിക്കുന്ന ഒരു സമയത്തേക്ക് അവർ മാനസാന്തരപ്പെടുന്നവരെ, അവർ ദുർമാർഗങ്ങളെ വിട്ട് ദൈവത്തിന്റെ വഴികളിലേക്ക് വരുന്നവരെ അവരുടെ കണ്ണുകളെ അടയ്ക്കുവാനുള്ള ഒരു അഭിഷേകം, നമ്മൾ കണ്ണുകളെ തുറക്കുവാനുള്ള ഒരു അഭിഷേകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഈ അന്ത്യകാലങ്ങളിൽ ദൈവം പകരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയും അധികാരം എന്ന് പറഞ്ഞാൽ കാണുന്നവരുടെ കണ്ണുകളെ ഒരു സീസണിന് വേണ്ടി അടയ്ക്കുവാൻ, അവർ ദൈവത്തിൻ്റെ നേർപാതകളിലേക്ക് വന്ന് അവർ മാനസാന്തരപ്പെട്ട് യഹോവ ദൈവമാണെന്നും യേശുവാണ് രാജാവും കർത്താവെന്ന് അറിയുന്നവരെ, സ്തോത്രം, ഹല്ലേലൂയ, ദേശം, സ്തോത്രം, മുട്ടുമടക്കുന്നവരെ കണ്ണുകളുടെ മേൽ ന്യായവിധി കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവ പ്രവൃത്തി. ദൈവമേ, ആ വാക്യം ഒന്ന് വായിക്കാം. യെസ്. എലീശയുടെ അപേക്ഷ പ്രകാരം അവൻ അവരെ അന്ധത പിടിപ്പിച്ചു. ദൈവം അവരെ എന്ത് ചെയ്തു? അന്ധത പിടിപ്പിച്ചു. എലീശ അവരോട്, ഇതല്ല വഴി, പട്ടണവും ഇതല്ല, എന്റെ പിന്നാലെ വരുവീൻ, നിങ്ങൾ അന്വേഷിക്കുന്ന ആളുടെ അടുക്കൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. നിങ്ങൾ ഏത് രാജാവിനെ പിടിക്കാൻ വന്നത്, ആരെയെ പിടിക്കാൻ വന്നത്, അവരുടെ അടുക്കിലേക്ക് ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു എലീശ, സ്തോത്രം, കൂട്ടമായി ഇവരെ കൊണ്ടുപോവുകയാണ്. അവൻ അവരെ ശമര്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശമര്യയിൽ എത്തിയപ്പോൾ എലീശ യഹോവേ, കാണത്തക്കവണ്ണം ഇവരുടെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. ഓക്കേ, എന്തൊരു അധികാരമാണ് ഈ നാളുകളിൽ. സ്തോത്രം. മുണ്ടിയപ്പള്ളി, ഹല്ലേലൂയ, ദേശം ഇതുപോലുള്ള ദൈവപ്രവൃത്തികൾക്ക് സ്തോത്രം പ്രസിദ്ധമായി തീരും. ഇന്ന് ഒരു ദൈവമനുഷ്യനായി ഞാൻ പ്രവചിച്ചു പോകുന്നു, മുണ്ടിയപ്പള്ളി ഇങ്ങനെയുള്ള അസാധാരണമായ
അടയാളങ്ങൾക്കും വീര്യപ്രവർത്തികൾക്കും സാക്ഷ്യങ്ങൾക്കും. അനേകരുടെ കണ്ണുകളെ തുറക്കുവാനും അനേകരുടെ കണ്ണുകളെ അടയ്ക്കാനും അടഞ്ഞ കണ്ണുകളെ തുറക്കുവാനും യഹോവയാണ് കർത്താവെന്നും ദൈവഭയം ഭൂമിയിൽ പിടിക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ ചെയ്യുകയാണ്. സ്തോത്രം. അവിടെ മേലെ വന്നു കഴിഞ്ഞപ്പോൾ എലീശ പ്രാർത്ഥിക്കുകയാണ്, ഇവിടെ കണ്ണുകളെ തുറക്കണമേ. യെസ്. അപ്പോൾ എന്ത് സംഭവിച്ചു? അവർ നോക്കിയപ്പോൾ തങ്ങൾ ശമര്യയുടെ നടുവിൽ നിൽക്കുന്നത് കണ്ടു. യെസ്. ഇസ്രായേൽ രാജാവ് അവരെ കണ്ടിട്ട് എലീശയോട്, എൻ്റെ പിതാവേ, വെട്ടിക്കളയട്ടെ, ഞാൻ ഇവരെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചു. എലീശയോട് ചോദിക്കുകയാണ്, പ്രവാചകനോട് ചോദിക്കുക, പിതാവേ. രാജാവ് ചോദിക്കുക, സ്തോത്രം, ശത്രു സൈന്യമാണ്, ഇവരെന്ത് ചെയ്യണം? വെട്ടിക്കളയട്ടെ. നമ്മുടെ കയ്യിൽ കിട്ടിയതാണ്, ഇവരെ അപ്പൊ വെട്ടിക്കൊല്ലട്ടെ. എലീശ പറയുകയാണ്, അതിനവൻ വെട്ടിക്കളയരുത്, വെട്ടിക്കളയരുത്. നിന്റെ വാൾ കൊണ്ടും വില്ലുകൊണ്ടും പിടിച്ചവരെ നിന്റെ വാൾ കൊണ്ടും. ഇവർ തിന്നുകുടിച്ച് തങ്ങളുടെ യജമാന്റെ അടുക്കൽ പോകേണ്ടതിന് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പവും വെള്ളവും അവരെ വെട്ടിക്കൊള്ളണ്ട. അമ്പും വെല്ലും കൊണ്ടൊന്നും പിടിച്ചതല്ല. അതുകൊണ്ട് സ്തോത്രം, ആഹാരം കൊടുത്ത് നല്ല അപ്പവും വെള്ളവും ഒക്കെ കൊടുത്തിട്ട് ഇവർ നന്നായി കഴിപ്പിച്ചിട്ട് സ്തോത്രം അവരുടെ ദേശത്തേക്ക് മടക്കി വിടുക. ഈ ദൈവം ആരെന്ന് അവരൊന്ന് തിരിച്ചറിയട്ടെ. ആമേൻ. നമുക്ക് വിരോധമായി എതിരായി സ്തോത്രം പൈശാചികമായി പ്രവർത്തിക്കുന്നവരുടെ കണ്ണുകളെ അടയ്ക്കുവാനും അവരെ തുറക്കുവാനും അവരെ ഒരു ദൈവഭയത്തിലേക്ക് കൊണ്ടുവരുവാനും നമ്മുടെ ദൈവം ആരാണ്? അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവൻ അതിശയങ്ങളുടെ ദൈവമാണ്, മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്, അവൻ വീരനാം. ഇന്ന് പകൽക്കാലം അനേകരുടെ കണ്ണുകളെ കർത്താവ് തൊടുന്നു. ഈ ശബ്ദം നിങ്ങളെ സ്വീകരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ നിങ്ങളുടെ ശാരീരിക കണ്ണുകളെയും നിങ്ങളുടെ ആത്മാവിന്റെ കണ്ണുകളെയും ഹല്ലേലൂയ നിങ്ങളുടെ പ്രാവചനികമായ നിങ്ങളുടെ കണ്ണുകളെയും തുറക്കുവാൻ സ്തോത്രം. അത് മാത്രമല്ല, ചില കണ്ണുകളെ അടയ്ക്കുവാൻ, ന്യായവിധിയെ നടപ്പിലാക്കുവാൻ കർത്താവ് സഹായിക്കും. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം സുപരിതമായ ഒരു സ്തോത്ര ഭാഗമാണ്. 46-ാമത്തെ വാക്യം. സ്തോത്രം. അന്ധനായി, വഴിമുട്ടി, ആശാച്ചവനായി, ഭിക്ഷ മാത്രം നിത്യവൃത്തിയായി കഴിയുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറുകയാണ്. നമുക്കത് വായിക്കാം. അവർ യെരിഹോവിലെത്തി. യേശുവും തന്റെ ശിഷ്യന്മാരും യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെയിരുന്നു. ഒരു കുരുടനായ മനുഷ്യൻ. ഈ മനുഷ്യന്റെ പ്രത്യേകത, ഇവന്റെ അകവും കുരുടാണ്, പൂർവ്വവും കുരുടാണ്. ഇവന്റെ ബാഹ്യമായിട്ടുള്ള കണ്ണുകളും കുരുടാണ്, ഇവന്റെ ആത്മീയ കണ്ണുകളും കുരുടാണ്, പ്രാപഞ്ചികമായിട്ടുള്ള ആത്മാവിന്റെ കണ്ണുകൾ എല്ലാം കുരുടായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഹോൾസെയിലായി ഈ മനുഷ്യന്റെ മേലൊരു ദൈവപ്രവൃത്തി നടക്കുകയാണ്. തിമായി, അവൻ്റെ ഒരു പേരില്ല, തിമായിയുടെ മകനായ ബാർത്തിമായി എന്ന് പറഞ്ഞാൽ തിമായിയുടെ മകൻ. അവൻ്റെ ആയിട്ടുള്ളൊരു പേരില്ല. എൻ്റെ പേര് അജിത് ജോൺ. ഞാൻ ജോണിൻ്റെ മകനായ അജിത്താണ് എൻ്റെ പേര്. പക്ഷെ ഈ മനുഷ്യൻ്റെ ഐഡന്റിറ്റി എന്താ? തിമായിയുടെ മകനായ ഭിക്ഷക്കാരനായ അന്ധനായ ഒരു വ്യക്തി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്തോത്രം ശക്തമായി ഇടപെടുന്നു. നിനക്ക് ഒരു ഐഡന്റിറ്റി ഇല്ല, നീ ഒരു ഐഡന്റിറ്റി ക്രൈസിസിൽ. സ്തോത്രം. നീ ആരുടെ മകനാണ്, നീ ആരുടെ വകയാണ്? അപഹർഷത ബോധമാണ് നിന്നെ പിടിച്ചിരിക്കുന്നത്. മുമ്പോട്ടുള്ള ഭാവിയെക്കുറിച്ച് നിനക്കൊരു ഒരു 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 ഉറപ്പില്ല. അതുകൊണ്ട് നിരാശയിലാണ്. ഭാവിയെക്കുറിച്ചുള്ളൊരു പ്രത്യാശയില്ല. ഇന്ന് പകൽക്കാലം സ്തോത്രം ഭർത്തിമാരുടെ ജീവിതം നമ്മോട് വിളിച്ചു പറയുന്നു, കർത്താവിന് നിന്റെ കണ്ണുകളെ തുറക്കുവാൻ കഴിയുക എന്ന് മാത്രമല്ല, നിന്റെ ഐഡന്റിറ്റിയെ റെസ്റ്റോർ ചെയ്ത് നീ നടക്കേണ്ട, നീ ജീവിക്കേണ്ട ആ നിലവാരത്തിലേക്ക് നിന്നെ ഉയർത്തുവാൻ കർത്താവിന് മനസ്സുണ്ട്. അപ്പോൾ വലിയ പുരുഷാരം പോവുകയാണ്. തിമായിയുടെ മകനായ ഭർത്തിമായി എന്ത് ചെയ്യാണ്? യെസ്, നസ്രായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. യേശു പോകുന്നു, താൻ തിരിച്ചറിഞ്ഞു. ഇന്ന് പകൽക്കാലം ഇവിടെ പ്രസംഗിക്കപ്പെട്ട, ഇവിടെ ഉപദേശിക്കപ്പെട്ട, ഇവിടെ പ്രഘോഷിക്കപ്പെട്ട വചനം യേശുവിനെ കുറിച്ചാണ്. ഈ ദൈവം ആരാണെന്നും ഈ ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്നും ഈ ദൈവം എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ആണ് നാം കേട്ടത്. നാമും കേട്ടു, ഭർത്തിമായും കേട്ടു. യേശു ആരാണ്? കുരുട് കണ്ണുകളെ തുറക്കുന്നവനാണ്. ജന്മനാ കുരുടനായി പോയി. അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യുവാൻ കഴിയാതെ എൻ്റെ ഭാവി അടഞ്ഞ്, ഫ്യൂച്ചർ അടഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ തൻ്റെ അന്ധതയുടെ മധ്യത്തിലേക്ക് ജീവന്റെ പ്രകാശമായ യേശുവിനെ താൻ തിരിച്ചറിഞ്ഞു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്ന് യേശു പ്രസംഗിച്ചത് എവിടെയെങ്കിലും ഭർത്തിമായി കേട്ട് കാണും. അതാ യേശു ലോകത്തിന്റെ വെളിച്ചമായത് കൊണ്ട്
എന്റെ അകമയുള്ള കുരുടും എന്റെ പുറമെയുള്ള കുരുടും സൗഖ്യമാക്കുവാൻ വിടുവിക്കുവാൻ കഴിയുമെന്ന് കൃത്യമായി കേട്ട് കാണും. അതുകൊണ്ട് തക്ക ഒരു അവസരം കിട്ടിയപ്പോൾ ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ ഹീലിംഗ് മിറക്കിൾ സർവീസ് നിങ്ങൾക്ക് വേണ്ടി എരിഹോയിൽ കൂടെ യേശു പാസ് ചെയ്ത് പോയതുപോലെ, നടന്നു പോയതുപോലെ ഇന്ന് പകൽക്കാലം വേദി ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഹല്ലേലൂയ, നിങ്ങളൊന്ന് വിശ്വസിച്ച്, യേശുവേ ഞാൻ അങ്ങയുടെ വചനം കേൾക്കുന്നു, അങ്ങയുടെ ശബ്ദം കേൾക്കുന്നു, ഞാനത് സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ബാഹ്യമായ കണ്ണുകളാണോ നിങ്ങൾക്ക് വിഷയം? ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രതിനിധിയായ കർത്താവേ, ഹല്ലേലൂയ, ആ കണ്ണുകളിലേക്ക് ഞാൻ സൗഖ്യം വലിച്ചെടുക്കുകയാണ് ഇന്ന് പകൽക്കാലം. എൻ്റെ സ്വന്തം കുടുംബത്തിൻ്റെ ആൾക്കാരുടെ വ്യക്തി ജീവിതങ്ങളുടെ കണ്ണുകൾ തുറക്കുന്ന ഒരു ദൈവപ്രവൃത്തി നടക്കട്ടെ അപ്പാ. അവർ രക്ഷിക്കപ്പെടട്ടെ, അവർക്ക് തിരിച്ചറിയത്തക്ക നിലവാരത്തിൽ ആ ആത്മീയ അന്ധത മാറട്ടെ അപ്പാ. അല്ല, അവരുടെ കണ്ണുകൾ കാണുന്ന ഒരു വിഷയം കർത്താവേ, നമ്മെ അകവും പുറവും സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരു യേശു അത്രേ. താൻ വിളിച്ച് കരയുകയാണ്, ദാവീദ് പുത്രാ എന്നോട് മനസ്സിലാണമേ. യെസ്. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു, നീ മിണ്ടാതിരിക്കെ, നീ ഒച്ചത്തിലൊന്നും പ്രസംഗിക്കണ്ട, നീ ഒച്ചത്തിലൊന്നും കരയണ്ട, യേശു ഭയങ്കര തിരക്കാണ്, യേശു ഒന്നും നിൽക്കത്തില്ല, യേശു ഒന്നും ഇപ്പോൾ പ്രവർത്തിക്കത്തില്ല. നിന്നെ പോലെ ഇതുപോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളും താക്കീതുകളും ആയിരിക്കാം കൃത്യമായി കേട്ടത്. പക്ഷെ താൻ കേട്ട ദൈവ ശബ്ദം, തന്നിലേക്ക് എത്തിയ ദൈവത്തിന്റെ ശബ്ദം, യേശു ആരാണ്, ഈ ദൈവം ആരാണ് എന്ന് താൻ കേട്ട ശബ്ദം തന്നെ പ്രവൃത്തിയിലേക്ക് തനിക്ക് ഓടിപ്പോയി യേശുവിനെ തൊടുവാനായിട്ട് കണ്ണുകളില്ലല്ലോ. 12 വർഷം രക്തസ്രാവക്കാരി കണ്ണുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഓടിപ്പോയി തൊട്ടു. അങ്ങനെ സാധ്യതയില്ല. അതുകൊണ്ട് ശബ്ദം ഉയർത്തി, ശബ്ദമാണുള്ളത്, നിങ്ങൾക്ക് ഉള്ളത് വെച്ച് നിങ്ങൾ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് ഇന്ന് പകൽക്കാലം എടുക്കണം. തന്റെ ശബ്ദം കൊണ്ട് താൻ യേശുവിനെ തൊടുകയാണ്, തന്റെ ശബ്ദം കൊണ്ട് ദൈവത്തെ തൊടുകയാണ്, തന്റെ ശബ്ദം കൊണ്ട് ഒരു അത്ഭുതം സൃഷ്ടിച്ചെടുക്കുകയാണ്, താൻ ശബ്ദം കൊണ്ട് ഒരു അത്ഭുതത്തിന് വേണ്ടി ഹല്ലേലൂയ താൻ പ്രവർത്തിക്കുകയാണ്, താൻ വിശ്വസിക്കുകയാണ്, ഒരു അത്ഭുതം സൃഷ്ടിച്ചെടുക്കുകയാണ്. He is creating a pathway for a miracle. Hallelujah. ആമേൻ. നമുക്കറിയാം, യേശു വിളിക്കുന്നു, യേശു നിന്നു. ഇന്ന് പകൽക്കാലം മുണ്ടിയപ്പള്ളിയിൽ ദൈവത്തിന്റെ കണ്ണുകൾ നിന്നു. ഊടാടിക്കൊണ്ട്, ഭൂമിയിൽ ഊടാടിക്കൊണ്ടിരിക്കുന്ന, സ്കാൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സെർച്ച് ചെയ്യുന്ന, ഹല്ലേലൂയ നോക്കിക്കൊണ്ടിരിക്കുന്ന മുണ്ടിപ്പള്ളിയിൽ സ്തോത്രം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക, ഈ ദേശത്തെ നോക്കിക്കൊണ്ടിരിക്കുക, ഈ ഭവനത്തെയും കൂടാരത്തെ നോക്കിക്കൊണ്ടിരിക്കുക, ഈ ദേശത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശു നിന്നു എന്ന് പറയാം. യേശു നിന്നു. സ്തോത്രം. യേശു വിളിച്ചു. പിന്നെന്ത് ചെയ്യുക? യേശു ഇവനെ വിളിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് അഭാവമൊക്കെ നമുക്ക് സുപരിതമാണല്ലോ. പെട്ടെന്ന് യെസ്, അവൻ തന്റെ പുതപ്പ് ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. യേശു പഴയ പുതപ്പ്, തന്റെ പഴയ ഐഡന്റിറ്റി അല്ലേ, ഈ പുതപ്പ് ഉണ്ടെങ്കിലേ അവിടെ ഭിക്ഷ യാചിക്കാൻ പറ്റത്തുള്ളൂ. അന്നത്തെ പ്രമാണം അനുസരിച്ച്, ആ റോമ കോഡ് അനുസരിച്ച് ഈ പുതപ്പുണ്ടെങ്കിലേ അവിടെ ന്യായമായിട്ടിരുന്ന് ഭിക്ഷ യാചിക്കുവാൻ. പക്ഷെ അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഉറപ്പുണ്ടായിരുന്നു, ഞാൻ യേശുവിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചവിടെ പോയി ഭിക്ഷ യാചിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് എൻ്റെ അത്ഭുതത്തിന്റെ ദിവസമാണ്, എൻ്റെ കണ്ണുകൾ തുറക്കുന്ന ദിവസമാണ്. ആ ശബ്ദം വന്നല്ലോ, യേശു വന്നല്ലോ. ഹല്ലേലൂയ. യേശു എൻ്റെ കണ്ണുകളെ തുറക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്വന്തം പഴയതിനെ വിട്ട് കളയുവാൻ, പാരമ്പര്യത്തെ വിട്ട് കളയുവാൻ, നമ്മെ തടസ്സപ്പെടുത്തുന്ന നമ്മുടെ ആ ഐഡന്റിറ്റിയെ വിട്ട് കളയുവാൻ, ഇന്ന് വരെ അന്ധനായ തിമായി എന്ന് അറിയപ്പെടുന്ന സ്വന്തം റോമ ഗവൺമെന്റ് കൊടുത്ത ഒരു വസ്ത്രമിട്ടുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാനൊന്ന് വിളിച്ചു പറയുന്നു, ഇന്ന് നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമാണ്. നിങ്ങളുടെ ജീവിതം തിരിഞ്ഞു പറയുന്നൊരു സമയമാണ്. നിങ്ങളുടെ മുന്നേറ്റത്തിന്റെ സമയമാണ്. രാവും പകലും പോലെ നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുന്ന ഒരു പകൽക്കാലമാണെന്ന് ഈ ശബ്ദം നിങ്ങളെ കീറി മുറിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം സൃഷ്ടിക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ കണ്ണുകൾ എന്നെ കാണുന്നു. ഒരു ദൈവമായി നമ്മെ പിടിക്കുകയാണ്. ഈ പഴയ ഒരു ജീവിതം വേണ്ട, പാപത്തിലുള്ള ജീവിതം വേണ്ട, വെറിക്കൂറ്റുകളിലുള്ള ജീവിതം വേണ്ട, ദുഷ്പ്രവൃത്തിയിലുള്ള ജീവിതങ്ങൾ വേണ്ട, പാപത്തിന്റെ ആസക്തികളിൽ നിത്യതയുടെ കാഴ്ചപ്പാടില്ലാത്തൊരു ജീവിതം വേണ്ട. എന്നെ കർത്താവ് പുതിയ കണ്ണുകൾ നൽകുവാൻ ആഗ്രഹിക്കുന്നു. God wants to give you new eyes. He wants to open your eyes. He wants to open your eyes. നിങ്ങളുടെ കണ്ണുകളെ തുറക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് പറയാം. എൻ്റെ കണ്ണുകളെ തുറക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഭക്തിമായി തൻ്റെ പുതപ്പ്, തൻ്റെ പഴയ ഐഡന്റിറ്റി എല്ലാം എറിഞ്ഞെറിഞ്ഞ് അങ്ങ് ഓടുകയാണ്. യേശു അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് സ്തോത്രം നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് പറഞ്ഞേ. എന്താ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ആവശ്യം? എന്താ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്?
ഈ കണ്ണുകൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. യേശു നമുക്ക് വേണ്ടി നിൽക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഈ സ്ഥലത്ത് എന്താ കർത്താവ് ചെയ്യേണ്ടത്? ആത്മാർത്ഥമായ കരമുയർത്തി നിങ്ങളൊന്ന് പറയുമോ? എന്താണ് ചെയ്യേണ്ടത്? എന്താണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? എവിടെയാണ് കർത്താവ് നിങ്ങളെ സ്പർശിക്കേണ്ടത്? എവിടെയാണ് കർത്താവ് നിങ്ങളെ തൊടേണ്ടത്? എന്താണ് നിങ്ങൾക്ക് വേണ്ടി തുറക്കേണ്ടത്? ഏത് അടഞ്ഞു കിടക്കുന്ന വാതിലാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കേണ്ടത്? എവിടെയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വെളിപ്പെടുത്തേണ്ടത്? ഇന്ന് പകൽക്കാലം അവൻ്റെ കണ്ണുകൾ ഭർത്തിമായ്ക്ക് വേണ്ടി നിന്ന യേശു ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? യെസ് യെസ് യെസ്. യേശു അവനോട് പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. ഉടനെ അവിടെ നോക്കി, എന്താ അവനെ ആ അത്ഭുതത്തിലേക്ക് നയിച്ചത്? അവന്റെ കരച്ചിലല്ല. ഇറ്റ് വാസ് എ ഫെയ്ത്ത്. വെറും കരച്ചിലായിരുന്നില്ല, സഹതാപത്തിന്റെ കരച്ചിലായിരുന്നില്ല, അത് വിശ്വാസത്തിന്റെ ഒരു കരച്ചിലായിരുന്നു. It was a cry of faith. It was a കരച്ചിൽ. It was a shout of faith. അത് വിശ്വാസത്തിന്റെ ഒരു ഘോഷമായിരുന്നു. എന്റെ വിശ്വാസത്തിന് ഒരു മഹാത്ഭുതം നടന്നു. കുരുടരായ ഈ മനുഷ്യന്റെ കണ്ണുകൾ കർത്താവ് തുറക്കുക. ഇന്ന് നിങ്ങളുടെ കണ്ണുകളെ കർത്താവ് സൗഖ്യമാക്കും. നിങ്ങളുടെ രോഗവ്യാധികളുടെ മേൽ കർത്താവിന്റെ കരം വരും. പക്ഷെ കർത്താവ് ഭർത്തിമാരുടെ കണ്ണ് സൗഖ്യമാക്കി എന്ന് മാത്രമല്ല, എത്രയോ പേരുടെ കണ്ണുകളെ കർത്താവ്, കുരുടി കണ്ണുകളെ കർത്താവ് തുറന്നു. പക്ഷെ ഭർത്തിമായ്ക്ക് അതിനേക്കാൾ വലിയൊരു അത്ഭുതം നടന്നു. യെസ്. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ അവനെ അനുഗമിച്ചു. സൗഖ്യം പ്രാപിച്ച്, ഒരു ശാരീരിക സൗഖ്യം, ദേഹത്തിൽ ഒരു സൗഖ്യം പ്രാപിച്ചു. പിന്നെ തന്റെ വഴിയിൽ പോയില്ല, യേശുവിനെ താൻ അനുഗമിച്ചു. തന്റെ ആത്മാവിന്റെ അവിശ്വാസിയായ പാപിയായിരുന്ന, പാപത്തിൽ ജീവിച്ച ഈ ഭർത്തിമായി യേശുവിന്റെ ഒരു അനുയായിയായി തീർന്നു. യേശുവിന്റെ ഒരു ശിഷ്യനായി തീർന്നു. എൻ്റെ കണ്ണുകളെ തുറന്നവൻ, എൻ്റെ കണ്ണുകളെ തൊട്ടവൻ, എൻ്റെ ജീവിതത്തെ സ്തോത്രം എനിക്കൊരു അത്ഭുതം ചെയ്ത് എനിക്കൊരു രോഗസൗഖ്യം കൊണ്ടുവന്ന യേശു മാത്രമല്ല, എന്നെ പാപത്തിൽ നിന്ന്, നിത്യമരണത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച, വിടുവിച്ച ഒരു കർത്താവാണ്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 20-ാമത്തെ അധ്യായം 29 തൊട്ട് നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. മർക്കോസ് ഒരു കുരുടന്റെ കാര്യമാണ് പറയുന്നത്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം എഴുതുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, ഈ സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഒരു കുരുടൻ സൗഖ്യമായ ഒരു കഥ നാം വായിക്കുന്നില്ല. പഴയ നിയമത്തിൽ ഒത്തിരി പ്രവചനങ്ങളുണ്ട്, പക്ഷെ ഒരു കുരുടൻ സൗഖ്യമായ ഒരു റിപ്പോർട്ടും പഴയ നിയമത്തിലില്ല. പ്രവചനങ്ങളുണ്ട്. മെഷിയ വരുമ്പോൾ കുരുട കണ്ണുകളെ അവൻ തുറക്കും. പുതിയ നിയമം വന്നപ്പോൾ യേശു സ്തോത്രം, അപ്പോൾ തന്നെ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 7-8 വാക്യം റെഡി ആയിരിക്കണം. നമുക്ക് ഈ വാക്യം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം ആദ്യം ഒന്ന് വായിക്കാം. അവർ യെരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയ പുരുഷാരം അവനെ അനുഗമിച്ചു. അപ്പോൾ വഴികരിയെ ഇരിക്കുന്ന 2 കുരുടന്മാർ. ഇവിടെ ഒരു കുരുടനല്ല, എത്രയാ? 2 കുരുടന്മാർ. ഹല്ലേലൂയ. തുറന്ന് വായിക്കാം. യെസ്. യേശു കടന്നു പോകുന്നത് കേട്ട്, കർത്താവേ ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. ഇപ്പോൾ 2 കുരുടൻ, മത്തായിയുടെ സുവിശേഷം മത്തായി എടുത്തു പറയുന്നു 2 കുരുടന്മാരുണ്ടായിരുന്നു. മർക്കോസ് ഒരു കുരുടൻ ഭർത്തിമായിയുടെ വിശ്വാസത്തെ ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ 2 പേരുണ്ടായിരുന്നു. യെസ്. മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചു. 2 പേരോടും മിണ്ടാതിരിപ്പാൻ പുരുഷാരം ശാസിച്ചു. കർത്താവേ ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു. യേശു നിന്നു അവരെ വിളിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഭർത്തിമായിട്ട് മാത്രമല്ല, അന്ന് അവിടെ 2 അല്ല 10 അല്ല 50 അല്ല 100 അല്ല 1000 കുരുടന്മാരുണ്ടായിരുന്നെങ്കിലും കർത്താവിന്റെ ചോദ്യം ഒന്ന് തന്നെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? ഭർത്തിമാരുടെ കണ്ണുകളെ തുറക്കുവാൻ കഴിഞ്ഞ യേശു, യെസ്, കർത്താവേ ഞങ്ങൾക്ക് കണ്ണ് തുറന്നു കിട്ടണമെന്ന് അവർ പറഞ്ഞു. കണ്ണ് തുറന്നു കിട്ടണമെന്ന് അവർ അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണ് തൊട്ടു. ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു, അവനെ അനുഗമിച്ചു. മർക്കോസ് ഭക്തിമാരുടെ കണ്ണ് തൊടുന്നതായി പറയുന്നില്ല, നിന്റെ വിശ്വാസം തന്നെ രക്ഷിച്ചുള്ളൂ, നീ പോക എന്ന് പറഞ്ഞോളൂ. ഇവിടെ മത്തായി പറയുന്നു യേശു എന്ത് ചെയ്തു? ചിലപ്പോൾ യേശു വാക്കുകൊണ്ട് നിങ്ങളെ സ്പർശിക്കും.
ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സൗഖ്യങ്ങളും വിടുതലുകളും നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ കരം. അവസാനത്തെ ഈ സെഷനിൽ നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം കൈവച്ച് പ്രാർത്ഥിക്കുവാൻ, എണ്ണ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കൈവച്ച് സ്തോത്രം പ്രാർത്ഥിക്കുവാൻ, നിങ്ങളുടെ രോഗവ്യാധികളുടെ മേൽ ഹല്ലേലൂയ ആമേൻ, നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ പ്രാർത്ഥിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾ പോകുകയാണ്. ഒരുങ്ങിയിരിക്കുക. വ്യത്യസ്തമായ നിലവാരത്തിൽ കർത്താവ് നിങ്ങളെ സ്പർശിക്കും, നിങ്ങളെ അഭിഷേകം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ കരം വന്ന് വീഴും. ഇവിടെ പറയുന്നു, ഈ രണ്ടുപേരെ യേശു എന്ത് ചെയ്തു? രണ്ടുപേരെയും കർത്താവ് തൊട്ടു. ഒന്ന് പറയാം, തൊട്ടു. അല്പസമയത്തിൽ സ്തോത്രം ഹല്ലേലൂയ. നാം വചനം കേട്ടു, നാം ദൈവത്തിന്റെ ആലോചനകൾ, ദൈവത്തിന്റെ ദൂത് പകൽക്കാലം കേട്ടു. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒന്ന് സ്പർശിക്കുവാൻ. ഹല്ലേലൂയ. പാസ്റ്റർ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കൈവെക്കുന്നത്, പാസ്റ്ററിന്റെ കൈ ആയിരിക്കും. പക്ഷേ അമാനുഷികമായ അദൃശ്യമായ യേശുവിന്റെ ആണിപ്പാടുള്ള കാര്യം നിങ്ങളെ ഒന്ന് തൊടും. ഒരു അത്ഭുതം സംഭവിക്കും. That touch will be a touch of God. ദൈവത്തിന്റെ ഒരു സ്പർശനമായി, അത് അത്ഭുതത്തിന്റെ ഒരു സ്പർശനമായി, ഒരു ദൈവപ്രവൃത്തിയുടെ ഒരു സ്പർശനമായി, ദൈവത്തിന്റെ സ്തോത്രം വീര്യ പ്രവൃത്തിയുടെ ഒരു സ്പർശനമായി നിങ്ങളുടെ ജീവിതം തിരിഞ്ഞു മറിയുന്ന ഹല്ലേലൂയ സ്തോത്രം, ആ നുകം തകരുന്ന that one touch of God. നിങ്ങൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥകളിൽ നിന്ന് സ്തോത്രം ഹല്ലേലൂയ, നിങ്ങൾ സ്റ്റക്കായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നിങ്ങളെ സ്തോത്രം പുറപ്പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ദൈവത്തിന്റെ ഒരു സ്പർശനമായിരിക്കും. എത്ര പേരൊന്ന് വിശ്വസിക്കും? സ്തോത്രം ഹല്ലേലൂയ. ഈ രണ്ടുപേരും വിശ്വസിച്ച് എന്ത് സംഭവിച്ചു? സൗഖ്യം. ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു. ഉടനെ ആ കരം ഉയർത്തി പറയും, ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് സ്തോത്രം വരുമ്പോൾ 7 അത്ഭുതങ്ങളെ, 7 അടയാളങ്ങളെ കുറിച്ച് യോഹന്നാൻ പറയുന്നു. 6ാമത്തെ അടയാളം, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ 6ാമത്തെ അടയാളം എന്താണെന്നറിയാമോ? സ്തോത്രം ഹല്ലേലൂയ. ജന്മനാ കുരുടനായ, കണ്ണില്ല, കണ്ണുണ്ടെങ്കിൽ അത് തുറക്കാം. ഇവിടെ കണ്ണ് ഇല്ല, ജന്മനാ പിറവിയിൽ. ഒന്ന് വായിക്കാം, നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട് റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം, അവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു? ആരാണ് പാപം ചെയ്തത്? ഇവൻ ജന്മന പിറവിയിൽ തന്നെ കുരുടനായിരിക്കുവാൻ ആരാണ് പാപം ചെയ്തിരിക്കുന്നത്? ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. ആരാണ് പാപം ചെയ്തത്? ഇവൻ പാപം ചെയ്തുകൊണ്ടാണോ? ഇവന്റെ അമ്മ അപ്പന്മാർ പാപം ചെയ്തുകൊണ്ടാണോ? അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. എന്നെയായി ദൈവപ്രവൃത്തി. ആ കരം ഒന്ന് ഉയർത്തി പറയാം. ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ. ജന്മനാ കുരുടനായ, പിറവിയിൽ കുരുടനായ യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിന്റെ അടയാളങ്ങളെ വർണ്ണിക്കുമ്പോൾ ആറാമത്തെ ഒരു അടയാളമാണ് സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു യേശു. നമ്മുടെ കണ്ണുണ്ട്, തിമിരമേ ഉള്ളൂ. കണ്ണവിടെ ഉണ്ട്, പ്രഷറേ കൂടുതലുള്ളൂ. കണ്ണുണ്ട്, ഞരമ്പിനെ വിഷയമുള്ളൂ. നമ്മുടെ എന്ത് വ്യാധിയാണെങ്കിലും എന്ത് വിഷയമാണെങ്കിലും അതിനെല്ലാം കർത്താവിനെ തൊടുവാൻ, സൗഖ്യമാക്കുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ കണ്ണില്ലെന്നേ, ഇവിടെ കോർണിയയില്ല, റെറ്റിനയില്ല, പ്യൂപ്പിളില്ല, ഈ കാണുവാനുള്ള ഒന്നുമില്ലാത്ത പിറവിയിലെ കുരുടനായിരുന്ന ഈ മനുഷ്യന്റെ പകൽക്കാലം ദൈവം നമ്മോട് വിളിച്ചു പറയുകയാണ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന കർത്താവിന്റെ കാലം നമ്മെ സ്പർശിച്ച് നമ്മെ സൗഖ്യമാക്കുവാൻ കഴിയും. മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്, മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 7-8 വാക്യങ്ങൾ. സ്തോത്രം ഹല്ലേലൂയ. യേശു അനേകരുടെ കണ്ണുകളെ തുറന്നു, അനേക കുരുടന്മാരെ കർത്താവ് തൊട്ടു. ഭർത്തിമാരുടെ കണ്ണു തൊട്ടു, കൂട്ട സൗഖ്യങ്ങൾ നടത്തി. ജന്മനാ പിറവിയിൽ കുരുടനായിരുന്നവരുടെ കണ്ണുകളെ കർത്താവ് സൗഖ്യമാക്കി, പുതിയ കണ്ണുകളെ സൃഷ്ടിച്ച് അവർക്ക് പ്രദാനം ചെയ്തു. പിന്നെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിക്കുകയാണ്, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ, രോഗികളെ സൗഖ്യമാക്കുവീൻ, രോഗികളെ സൗഖ്യമാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു. ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാമോ? And as you go, and proclaim as you go, saying the kingdom of heaven is at hand. God's kingdom, ദൈവത്തിന്റെ രാജ്യം വന്നിരിക്കുന്നു. Heal the sick, raise the dead, cleanse lepers, cast out demons, and you receive without paying, give without paying. നമുക്ക് 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക്, പിറവിയിൽ കുരുടനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണുകളെ കർത്താവ് തൊടുക്കുകയാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. കർത്താവ് കൽപ്പിക്കുകയാണ് രോഗികളെ. അപ്പോൾ ഇന്ന് കണ്ണുകളെ കുറിച്ചാണ്,
ഇവിടെ പറയപ്പെട്ടത് കണ്ണുകളെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവ്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് വിഷയങ്ങളാണെങ്കിലും, ഏത് രോഗമാണെങ്കിലും, ഏത് വ്യാധികളാണെങ്കിലും, അത് മൈഗ്രെയിൻ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ഡയബറ്റീസ് ആയിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, ഞരമ്പ് സംബന്ധമായ രോഗമായിക്കോട്ടെ, ഏത് വ്യാധി ആയിക്കോട്ടെ, അതിന്മേലെല്ലാം കർത്താവ് നമ്മെ ഉയർത്തുന്നു പറയാം, നമ്മെ സൗഖ്യമാക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ, നമ്മുടെ കെടുതികളെ വിടുവിക്കുവാൻ കർത്താവ് മനസ്സലിവുള്ളവനാണ്. ഹല്ലേലൂയ, ആമേൻ. നമുക്കത് വായിക്കാം. 2 സ്തോത്രം. യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി, തന്നിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മയൊക്കെ നോക്കുകയാ. അത് നിങ്ങളുടെ വിഷയം എന്താണ്? നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്? നിങ്ങളുടെ വിഷയങ്ങളെ പരിഹരിക്കുക എന്ന് മാത്രമല്ല, ഈ അന്ത്യകാലങ്ങളിൽ ചിലരെയൊക്കെയും ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി ഈ ശിഷ്യന്മാരെ അയച്ച് നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കണം, നിങ്ങൾ ദൈവരാജ്യം പ്രസംഗിക്കുക. അങ്ങനെയുള്ള ശാലയമുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിൽ, ഏകാഗ്രതയുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ മഹാശക്തി കൊണ്ടും അത്ഭുതത്തിന്റെ ശക്തി കൊണ്ടും ദൈവം നിങ്ങളെ സ്പർശിക്കും. ഒരു അഭിഷേകം വെളിപ്പെടും. അത് നിങ്ങളെ ധൈര്യശാലിയാക്കും. അത് നിങ്ങളെ ഒരു ധൈര്യശാലിയാക്കും, ഒരു വീരനാക്കി മാറ്റും, ഒരു യോദ്ധാവാക്കി മാറ്റും. That is a boldness anointing. That is a courage anointing. That's the lion anointing on സിംഹത്തെ പോലെ. അത് കഴിഞ്ഞുള്ള വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചത് കേൾക്കണമേ. അവൻ ആരംഭിച്ചപ്പോൾ 18-20 വയസ്സുകാരനായ ആസ ആരംഭിച്ചപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിന്റെ വഴിപ്രകാരം നടക്കുകയും ദൈവത്തിൽ തന്നെ, സ്തോത്രം, പ്രമോദിക്കുകയും ദൈവത്തിന്റെ ഹിതപ്രകാരം ദുർമാർഗങ്ങളെയും തന്റെ ദേശത്തുള്ള സകലത്തെ നീക്കി അവിടെ ന്യായവും നീതിയോടും തന്റെ പിതാക്കന്മാരെ ഉയർത്തിയിരിക്കുന്ന എല്ലാ പൈശാചിക ഓൾട്ടറുകളെയും പൈശാചിക ആരാധനകളെയും എല്ലാം തകർത്ത് യഹോവയ്ക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ച് ജീവിച്ചൊരു മനുഷ്യനാണ്. വലിയ അത്ഭുതങ്ങളെയും വലിയ ദൈവപ്രവൃത്തികളെയും കണ്ട മഹാനായ ഒരു രാജാവാണ്. പട്ടണത്തെ ഇസ്രായേലിനെ പണിതെടുത്ത ഒരു രാജാവാണ്. പക്ഷെ തന്റെ അവസാനം വന്നപ്പോൾ ഈ വാക്ക്, ആസയെക്കുറിച്ചുള്ള വാക്ക്, താൻ നല്ല രീതിയിൽ ആരംഭിച്ചുവെങ്കിലും തന്നെ അവസാനം അത് വേദനാജനകമായിരുന്നു. യഹോവയുടെ കണ്ണ് ആസയെ സൗഖ്യമാക്കുവാൻ, യഹോവയുടെ കണ്ണ് ആസയ്ക്ക് ഒരു വിടുതൽ കൊടുക്കുവാൻ, ആസയെ എങ്ങനെ തന്നെ യൗവനത്തിൽ തന്നോട് കൂടിയിരുന്ന്, അങ്ങനെ തന്റെ വാർദ്ധക്യത്തിലും കൂടിയിരുന്ന് തനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ കണ്ണ് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു ആസയ്ക്ക്? വായിക്കാം. ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു, ഇനി നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും. നീ യുദ്ധങ്ങൾ, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഒക്കെ ആസ ജീവിച്ചപ്പോൾ, യുദ്ധങ്ങൾ വിരളമായിരുന്നു. യുദ്ധങ്ങൾക്കൊരു അന്ത്യം ദൈവം കുറിച്ചു. വലിയ റെസ്റ്റ് അവിടെ വന്നു. ദൈവം വലിയ ഒരു വിശ്രാമം കൊടുത്തു. പക്ഷേ ആസയുടെ ഹൃദയം ദൈവത്തിൽ നിന്നും, ദൈവാശ്രയത്തിൽ നിന്നും മറ്റ് സ്രോതസ്സുകളിലേക്ക് തന്റെ ആശ്രയം മാറിയപ്പോൾ, അപ്പോൾ ആസ ദർശകനോട് ക്രൂശിച്ചു, അവനെ കാരാഗ്രഹത്തിലാക്കി. ഹനാനി എന്ന് പറഞ്ഞൊരു ദർശകനായിരുന്നു, പ്രവചന കണ്ണുള്ള പ്രാവചനികമായ ഒരു പ്രവാചകനാണ് വന്ന് പറഞ്ഞത്, ആസാ, നീ കാണിച്ചത് മണ്ടത്തരമായി പോയി. നീ എന്തിനാണ് ഇഥോപ്യയിലെ ഈ രാജാവ് ബാസ നിനക്കെതിരായി വന്നപ്പോൾ നീ എന്തിനാണ് ഇത് പ്രവർത്തിച്ച? ദൈവത്തിന്റെ ആലയത്തിന്റെ സ്വർണ്ണ പാത്രങ്ങൾ എടുത്തുകൊണ്ടുപോയി ആരാമിലെ രാജാവുമായി തെറ്റായിട്ടുള്ള സംബന്ധം നീ എന്തിനു ചെയ്തു? എന്താണ് നിന്റെ ഹൃദയം ദൈവത്തിൽ ഏകാഗ്രതയോടെ ഇരിക്കാഞ്ഞത്? നിന്റെ ആരംഭത്തിൽ ഒരു മഹാസൈന്യം നിനക്കെതിരെ വന്നപ്പോൾ ദൈവം നിന്നെ വിടുവിച്ചില്ലേ? ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചില്ലേ? ദൈവത്തിന്റെ കരമഹിമ നീ കണ്ടതല്ലേ? പിന്നെ എന്തിനാണ് ആസ നീ അങ്ങനെ ചെയ്തത്? പക്ഷെ ആസയുടെ ഹൃദയം എവിടെയോ ദൈവാശ്രയത്തിൽ നിന്ന് മനുഷ്യാശ്രയത്തിലേക്കും സ്വയാശ്രയത്തിലേക്കും പോയി. നമുക്ക് വായിക്കാം. ഹനാനി എന്ന് പറഞ്ഞ ആ പ്രവാചകനെ ഈ രാജാവ് ആസ കൊല്ലുകയാണ്, ആസ പീഡിപ്പിക്കുകയാണ്. യെസ്, വായിക്കാം. ആസയുടെ വൃത്താന്തങ്ങൾ ആദ്യ അവസാനം യഹൂദിയിലും യെരുശലേമിലും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആസായിക്ക് തന്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ, ആസയ്ക്ക് തന്റെ വാഴ്ചയുടെ 39-ാമത്തെ ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചു. ഒരു ദീനം കാലിൽ ആസയ്ക്ക് ഒരു ദീനം പിടിച്ചു. ദീനം അതികഠിനമായിരുന്നു. ദീനം മരണകരമായ അതികഠിനമായ ഒരു രോഗമായിരുന്നു, ഒരു ദീനമായിരുന്നു, ഈ വ്യാധിയായിരുന്നു, അതികഠിനമായ ഒരു വ്യാധിയായിരുന്നു. എന്നാൽ അവൻ തന്റെ ദീനത്തിൽ യഹോവയെ അല്ല വൈദ്യന്മാരെ അത്രേ അന്വേഷിച്ചത്. തന്റെ ദീനത്തിൽ, തൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയിൽ താൻ ദൈവത്തെ അല്ല
വൈദ്യന്മാരെ അന്ന് വൈദ്യന്മാരെ അത്ര അന്വേഷിച്ചു. അത്ര അന്വേഷിച്ചത്. യെസ്. ആസാ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. 2 വർഷം തന്റെ വാഴ്ചയുടെ 41-ാം ആണ്ടിൽ മരിച്ചു. വാഴ്ചയുടെ 41-ാമത്തെ ആണ്ടിൽ ആസ മരിക്കുക. 2 വർഷം കഠിനമായ മരണം പിടിപെട്ട ആസ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്നു. വൈദ്യന്മാരെ കണ്ടതോ വൈദ്യന്മാരുടെ അടുത്ത് പോയതോ ചികിത്സ ചെയ്തതോ എന്നല്ല അതിൻ്റെ വിഷയം. തൻ്റെ ഹൃദയത്തിൻ്റെ ആശ്രയം ദൈവത്തിൽ നിന്ന് മാറിപ്പോയി. ഇസ്രായേലിൽ യഹോവ റാഫയായ ഒരു ദൈവമുണ്ട്, സൗഖ്യമാക്കുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ജീവനും ശക്തിയും അത്രമാത്രം പ്രബലപ്പെട്ട് നിൽക്കുകയാണ്. ചെറുതും വലുതുമായ സകല ആവശ്യങ്ങൾക്കും യഹോവ മതിയായവനാണ്. അങ്ങനെ വെളിപ്പെട്ടിരിക്കുന്ന ഈ വലിയവനായ ദൈവത്തെ വിട്ട് ആസ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ വഴി വിട്ട് കഠിനമായ തൻ്റെ വിഷയത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തെ ദൈവാശ്രയം വിട്ട് ദൈവത്തോടുണ്ടായിരിക്കുന്ന ഏകാഗ്രത വിട്ടുപോയതുകൊണ്ട് ആസയുടെ ജീവിതത്തിൽ ഒരു ദാരുണ്യ അന്ത്യം എന്നൊക്കെ പറയുന്ന പോലെ ഒരു വേദനാജനകമായ ഒരു അവസ്ഥ. ഇത് എത്ര പേരെന്ന് പറയും, കർത്താവ് ഞങ്ങൾ അങ്ങനെ ശബ്ദം കേൾക്കും. ഹെസക്കിയ രാജാവിൻ്റെ കൂട്ട് യിശയ്യാ പ്രവാചകൻ വന്ന്, നീ ജീവിക്കുകയില്ല, നീ മരിച്ചു പോകും, ഇത് മരണകരമായ രോഗമാണ്. പ്രവാചകൻ വന്ന് പറയുകയാണ്. ആസ എന്താ ചെയ്തത്? പ്രവാചകൻ വന്ന് പറഞ്ഞപ്പോൾ പ്രവാചകനെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നതിന് പകരം ഹെസക്കിയ രാജാവ് മാനസാന്തരപ്പെട്ടു. ഒരു രാജാവ് അനുദപിച്ചു, ഒരു രാജാവ് താഴ്ന്നു, ഒരു രാജാവ് മാനസാന്തരപ്പെട്ടു, ഒരു രാജാവ് ദൈവസന്നിധിയിലേക്ക് കരഞ്ഞ് ദൈവത്തിലേക്ക് തൻ്റെ ഹൃദയത്തെ ഏകാഗ്രചിത്തനായപ്പോൾ യഹോവയുടെ കൈ ഹെസക്കിയാവിന് വേണ്ടി അനുകൂലമായി വന്നു. പക്ഷെ ആസ എന്താ ചെയ്തത്? മരണകരമായ ഈ രോഗത്തിൻ്റെ മധ്യത്തിൽ, ഈ വിഷയത്തിൻ്റെ മധ്യത്തിൽ ദൈവാശ്രയത്തിലേക്ക് പോകുന്നതിന് പകരം താൻ ദൈവത്തിൽ നിന്ന് തന്നെ മുഖം മാറ്റി. താൻ അനുദപിച്ചില്ല, താൻ മാനസാന്തരപ്പെട്ടില്ല, താൻ ദൈവസന്നിധിയിലേക്ക് ഓടിയടുത്തില്ല. ഇന്ന് പകൽക്കാലം സ്വന്തം 2 വഴികളാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത്. ഇന്ന് പകൽക്കാലം എത്ര പേര് പറയും, കർത്താവേ ഞാൻ അങ്ങയുടെ ശബ്ദം കേൾക്കുന്നു. എത്ര പേര് കർത്താവ് എനിക്ക് ഒരു അത്ഭുതം ചെയ്യണം? അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് മുമ്പോട്ട് വന്നു ലൈനിൽ നിൽക്കാം. കർത്താവേ എന്നെ ഒന്ന് തുടരണമേ, ഇന്ന് അങ്ങയുടെ ഒരു സ്പർശനം എനിക്ക് വേണം, അങ്ങയുടെ ഒരു സൗഖ്യം എനിക്ക് വേണം, അങ്ങനെ ഒരു അത്ഭുതം എനിക്ക് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ബാഹ്യ കണക്കിൽ നമുക്ക് ഇവിടെ നിൽക്കാം, മുമ്പോട്ട് വന്ന് നിൽക്കാം. യെസ്, മോൻ്റെ പേരെന്താ? ഹല്ലേലൂയ. യെസ് യെസ് യെസ്. അങ്ങനെയുള്ളവർ സഹോദരിമാർ കുറച്ച് പുറയിൽ നിന്ന് നിങ്ങൾക്കൊരു സൗഖ്യം വേണം. യെസ് യെസ്. ഹല്ലേലൂയ. നിങ്ങളിങ്ങനെ വന്ന് നിന്നാട്ടെ. സ്വന്തം ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് സൗഖ്യമൊന്നും വേണ്ട, അത്ഭുതമൊന്നും, വേറെ അത്ഭുതമൊന്നും വേണ്ട. പക്ഷേ കർത്താവ് ഇന്ന് പകൽക്കാലം എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. കർത്താവേ സ്വത്രം, ഞാൻ അങ്ങയുടെ ശബ്ദം കേട്ടു. കർത്താവേ ഇന്ന് പകൽക്കാലം സ്വത്രം എനിക്ക് ആവശ്യമുള്ളത് ഹല്ലേലൂയ ഒരു ഛാസാക്ക് അഭിഷേകമാണ്. കർത്താവേ ഒരു ഛാസാക്ക് അഭിഷേകമാണ്, ഒരു ഛാസാക്ക് അഭിഷേകമാണ്. എൻ്റെ ഹൃദയത്തെ ഞാനൊന്ന് ഒരുക്കുന്നു. എൻ്റെ ഹൃദയത്തെ ഞാനൊന്ന് ഒരുക്കുന്നു കർത്താവേ, ഏകാഗ്രതയോട്, ദൈവാശ്രയത്തോട്, ദൈവഭയത്തോട്. കർത്താവേ ഹല്ലേലൂയ. അങ്ങയുടെ കണ്ണുകൾ, യഹോവയുടെ കണ്ണുകൾ ഹല്ലേലൂയ ഊടാടി സഞ്ചരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവേ ആ കണ്ണുകൾ എന്നിലൊന്ന് പതിയണമേ, എൻ്റെ മേലൊന്ന് വന്ന് പതിയണമേ.